വിവിധ സ്ഥലങ്ങളിലാണ്, വിവിധ ഭവനങ്ങളിലാണ്, ചിലപ്പോൾ ചിലർ വാഹനങ്ങളിലായിരിക്കും. എങ്കിലും വലിയവനായ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു പ്രത്യാശ ഈ രാത്രിയിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ഞാനത് ആത്മാർത്ഥമായി തിരിച്ചറിയുന്നു. ആ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിഴലിൻ കീഴിൽ ഈ രാത്രി നമുക്കായിരിക്കാം. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആരോടെങ്കിലുമൊക്കെ വ്യക്തിപരമായ ദൂതുകൾ ദൈവാത്മാവിന് പറയാനുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് കർത്താവ് ചെയ്യുമാറാകട്ടെ. ഞാൻ വാസ്തവത്തിൽ നാട്ടിലില്ല, ഞാൻ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഇപ്പം മൈസൂരാണ്, എൻ്റെ മോൻ ഇവിടെയാണ് പഠിക്കുന്നത്. എൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇന്നലെ എത്തി. ഇന്നിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് നാളെ മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മറ്റൊരു സ്റ്റേറ്റിൽ ഇരുന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ എന്നോട് തന്നെ ദൂത് പറയുകയാണ്, നിങ്ങൾക്കും ആ ദൂത് ഏറ്റെടുക്കാം. അടുത്ത മീറ്റിങ്ങിന് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഈ സ്റ്റേറ്റിലല്ല, അടുത്ത രാജ്യത്തായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ ആമേൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം ഞാൻ 3 വാഹനങ്ങൾ പ്രാർത്ഥിച്ച് ഷോറൂമിൽ നിന്ന് ഇറക്കി. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ അടുത്തത് നിനക്കാണെന്ന്. അങ്ങനെ 4ാമത്തെ വാഹനം എനിക്ക് തന്നെ സ്വന്തമായി പ്രാർത്ഥിച്ചിറക്കാൻ ഇടയായി. പ്രൈസ് ലോർഡ്. അവിടെ സിബി സിസ്റ്ററൊക്കെ ഉണ്ട്, ഞാൻ അവരെയൊക്കെ പരിചയമുള്ളവരാണ്. മുഖം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങൾ കൂടി വരുന്ന ലൈൻ ഓഫ് ജൂത ദൈവസഭ ഒരു ദൂത് കൊണ്ടുണ്ടായതാണ്. ആ ദൂത് പറഞ്ഞത് കൃപയാൽ ഞാനാണ്. അങ്ങനെ ഒത്തിരി ബന്ധങ്ങൾ നിങ്ങളുടെ ദൈവദാസന്മാരും ആ കുടുംബങ്ങളുമായിട്ടൊക്കെ ഉണ്ട്. ഇന്ന് നിങ്ങളുടെ കൂടി ആയിരിക്കുന്നത് ഒരു ദൈവ നിശ്ചയമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഞാൻ ഒത്തിരി ആമുഖം പറയുന്നില്ല. കർത്താവിനെ ഉയർത്തുന്നതാണ് നമുക്കെല്ലാം നല്ലത്. നമ്മളെ കർത്താവിനെ ഉയർത്താൻ വേണ്ടി ആ ദൈവം ഈ പ്രാണനും ആരോഗ്യവും ആയുസ്സും എല്ലാം നൽകി. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് പോലും കർത്താവിനെ ഉയർത്താനാണ്. ആമുഖമായി ഞാനൊന്ന് എൻട്രി ചെയ്യാൻ, ദൈവവചനത്തിലേക്ക് എൻട്രി ചെയ്യാൻ ബൈബിളിലെ തന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുക. എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ, അവിടെ ബന്ധിക്കപ്പെട്ട കഴുതക്കുട്ടിയെ കാണാം, അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ യേശുവിന് അതിന് ആവശ്യമുണ്ടെന്ന് പറയുവിൻ. അങ്ങനെ അയക്കപ്പെട്ടവർ അഥവാ നിയോഗിക്കപ്പെട്ടവർ ആമേൻ അതിനെ അഴിക്കാൻ ചെന്നപ്പോൾ അവിടെ കെട്ടിയിട്ടിരുന്ന അധികാരികൾ ചിലര് അവരോട് ചോദിച്ചു, ആര് പറഞ്ഞിട്ടാണ്? അപ്പൊ അവര് പറഞ്ഞത് യേശു പറഞ്ഞ അതേ പദമായി, യേശുവിന് ഇതിനെ ആവശ്യമുണ്ട്. അപ്പൊ കെട്ടപ്പെട്ട ചില വ്യക്തികളെ അഴിച്ച് യെരുശലേം വീതികളിൽ ഓശാന പാടി കടന്നു പോകുന്ന ഇസ്രയേലിന്റെ നായകനെ ചുമക്കാൻ വിളിയുള്ള ചിലരായി തന്നെ കേൾക്കുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ചില കെട്ടപ്പെട്ട മേഖലകളിൽ നിന്ന് പുറത്തു വരാൻ, പ്രൈസ് ദി ലോർഡ്, ഒരുപക്ഷെ ഒരു ശുശ്രൂഷയുടെ തലത്തിലേക്ക് വരാൻ കഴിയാതെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ആഗ്രഹിക്കുന്ന തലങ്ങളിൽ പുറത്തു വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. അതിനകത്ത് സഹോദരിമാരുണ്ട്, അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, അതിനകത്ത് ചില സഹോദരങ്ങളുണ്ട്. ആമേൻ. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പ്രാരംഭമായി പ്രഖ്യാപിക്കുകയാണ്. ഏതൊക്കെയോ കുറ്റികളിൽ ബന്ധിക്കപ്പെട്ട ചിലതിനെ അഴിക്കുന്ന ഒരു രാത്രിയായി, അഴിക്കുവാൻ സ്വർഗം ഏൽപ്പിച്ച ഒരു രാത്രിയായി, അഴിക്കാൻ നിയോഗിച്ച ഒരു രാത്രിയായി ഈ രാത്രി മാറും. ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നവരും ആ ദൂതിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ കരം ശിരസിൽ വെച്ച് അത് ഞാൻ തന്നെയാണെന്ന് ഒന്ന് ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോയിക്കോ. സ്വർഗം ഈ മീറ്റിംഗിനകത്ത് അത് ചെയ്യുക തന്നെ ചെയ്യും. ഉറബാലമന ജൂഡാ രാജാമനി ഷന്ദ അടബ റബനം ജൂഡി രാജാമനെ ഷന്ദ രാജി ലബ. ശ്രദ്ധിച്ചോണമേ, ഒരു വെറും കഴുതക്കുട്ടിയായിരുന്നു. അത് തുള്ളിച്ചാടി എതിരെയുള്ള ഗ്രാമത്തിലെത്തി എന്ന് പറഞ്ഞാൽ അനുകൂലമല്ലാത്ത ഒരു സ്ഥലത്തെത്തി എന്നാണ് അർത്ഥം. അവിടെ ചെന്നപ്പോൾ ബന്ധിക്കപ്പെട്ടു. നമ്മുടെ തലമുറകളെയൊക്കെ നമ്മൾ പഠിക്കാൻ പല സ്ഥലങ്ങളിൽ വിടാറുണ്ട്.
വിദേശ രാജ്യങ്ങളിലും ബാംഗ്ലൂര്, മദ്രാസ്, മംഗലാപുരം തുടങ്ങിയ നമ്മുടെ രാജ്യത്തിലെ എഡ്യൂക്കേഷണൽ ഹബ്ബുകളായ മൈസൂർ അടക്കം അനേകം പിള്ളേരെ നമ്മുടെ മക്കളെ വിടാറുണ്ട്. നേഴ്സിങ്ങിനായിട്ട്, എഞ്ചിനീയറിങ്ങിനായിട്ടൊക്കെ പല നിലകളിൽ അയക്കാറുണ്ട്. എന്നാൽ വീട്ടിലെ സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ ഈ പട്ടണത്തിലെ സൗഹൃദ കൂട്ടങ്ങളിൽ ലഭിക്കുന്ന ചില തലമുറകൾ ഓടിയും ചാടിയും തുള്ളിയും മറിഞ്ഞുമൊക്കെ സൗഹൃദ കൂട്ടങ്ങളിലെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് ചില കുറ്റികളിൽ കെട്ടപ്പെട്ടത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലതിനെ ഞാൻ അഴിച്ചു വിട്ടിട്ടുമുണ്ട്. ഒരാമയും പറഞ്ഞാട്ട് ലോർഡ് ജീസസ്. ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാം ഒന്നും പറയാൻ കഴിയത്തില്ലെങ്കിലും ആമേ സ്തോത്രം, ഒരു അനുഭവം പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവിലൊരു നിയോഗം എൻ്റെ ഉള്ളിലുണ്ട്. ഞാനത് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വയനാട് ശുശ്രൂഷിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ പോയി പഠിച്ച ഒരു പെന്തക്കോസ് കുഞ്ഞ് 3 തലമുറയായി ആരാധനയിൽ പങ്കെടുത്ത് ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പെന്തക്കോസിലെ നല്ല കുടുംബമെന്ന് സാക്ഷ്യമുള്ള ഒരു കുടുംബത്തിനകത്തുനിന്ന് ഒരു കുഞ്ഞ് പഠിക്കാൻ വേണ്ടി പോയൊരു മോളാണ്. അവൾ പോയി 2.5 മാസം കഴിഞ്ഞപ്പോൾ മടങ്ങി വീട്ടിൽ വന്ന് ആമേ സ്തോത്രം ബെഡേൽ കയറി കിടന്നു എന്ന് പറഞ്ഞാൽ 2 ദിവസം അവൾ എണീറ്റില്ല, ഭക്ഷണം കഴിച്ചില്ല, 2 ദിവസം പല്ല് തേച്ചില്ല, കുളിച്ചില്ല, ആരോടും സംസാരിച്ചില്ല. എന്താ കാര്യമെന്ന് അമ്മ ചോദിച്ചപ്പോൾ ഇനി എന്നോടൊന്നും മിണ്ടണ്ട, എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് ചൂടായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നെ പെട്ടെന്ന് എന്നെ വിളിച്ചൊരു പ്രഭാതത്തിലാണ് 7 മണിക്ക് എന്നെ വിളിച്ചു. പാസ്റ്ററെ, ഒന്ന് വേഗം വീട് വരെ വരണം, വളരെ അത്യാവശ്യമാണ്. ഞാൻ അറിയുന്ന, സ്നേഹിക്കുന്ന, എൻ്റെ സഭയിൽ അല്ലെങ്കിൽ ഞാൻ പോയി പ്രാർത്ഥിക്കാറുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഞാൻ അവിടെ ചെന്ന് രാവിലെ 7:30 ആയപ്പോൾ ഞാൻ അവിടെ ചെന്ന് അമ്മേൻ ആ മോള് കിടക്കുന്ന മുറിക്കകത്തേക്ക് അപ്പനും അമ്മയും ചേട്ടത്തിയുടെ ഭർത്താവും വല്യപ്പനും വല്യമ്മച്ചിയും എല്ലാം കൂടെ എന്നെ സ്വീകരിച്ച് ആ മുറിയിലേക്ക് ചെന്നപ്പോൾ അമ്മേൻ വയനാട്ടിലെ തണുപ്പ് നിങ്ങൾക്കറിയാം. ഇപ്പം അത്ര തണുപ്പൊന്നുമില്ല, എങ്കിലും അന്ന് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഒരു വലിയ ബ്ലാങ്കറ്റ് എടുത്ത് തലയിൽ കൂടെ മൂടി അമ്മേൻ കാലേതാ തലയേതാന്ന് അറിയാൻ മേലാതെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അമ്മയോട് പറഞ്ഞ അവളുടെ മുഖം ഒന്ന് കാണട്ടെ. അതിന് സമ്മതിച്ചില്ല. അവളത് വീണ്ടും ഇറുകെ പിടിച്ച് അവിടെ കിടന്നു. ആരെയും കാണണ്ട. ഞാൻ പറഞ്ഞ മോളെ, ഞാനാണ് ഒന്ന് കാണാൻ വേണ്ടി വന്നത്, എനിക്ക് ആരെയും കാണണ്ട നിർബന്ധം പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാവരും പുറത്തിറങ്ങിക്കൂ, ഞാൻ അല്പസമയം കൊച്ചിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കസേരയിട്ട് 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ ബ്ലാങ്കറ്റ് മാറ്റി എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ആമേ സ്തോത്രം അവളെ അതിൽ കിടക്കുകയാണ്. ഞാൻ ഒന്ന് ചാരിയിരിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചു. ചാരിയിരുന്നു. 2 ദിവസമായി പല്ല് തേച്ചിട്ട് കുളിച്ചിട്ടില്ല. ചാരിയിരിക്കാൻ പറഞ്ഞ് തൊട്ടടുത്ത് മാറി ഞാനൊരു കസേരയിൽ ഇരുന്ന് സംസാരിച്ചു. ഏതാണ്ട് 9:30 മണി വരെ സംസാരിച്ചു. 9:30 മണിയായപ്പം ബ്ലാങ്കറ്റ് മാറ്റി എഴുന്നേറ്റു. ആമേ സ്തോത്രം. ഞാൻ ശക്തമായ കുഞ്ഞിനു വേണ്ടി തലയിൽ കവിച്ച് പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് ചെയ്ത് 9:30 പുറത്തിറക്കിയിട്ട് എൻ്റെ തോളിൽ കൈയിട്ട് ആ മോളുമായിട്ട് ഹോളിലേക്ക് ചെല്ലുമ്പോൾ മരിച്ച വീട്ടിന് മുന്നിൽ ആമേൻ ആള് കൂടിയിരിക്കുന്നത് പോലെ വല്യപ്പനും വല്യമ്മച്ചിയും അപ്പനും അമ്മയും ചേട്ടത്തിയുടെ ഭർത്താവും വളരെ വിഷണ്ണരായി ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുക. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ഒരു നല്ല ചായ വേണം, ഈ മോൾക്ക് പല്ല് തേക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ആമേൻ ആ കാര്യങ്ങൾ ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് പല്ല് തേച്ച് ഫ്രഷപ്പായി അവൾ മടങ്ങി വന്നു. ആമേൻ ഉണങ്ങി പാറിപ്പറന്ന മുടിയൊക്കെ അമ്മയും കൂടെ കൂടി വെച്ച് കെട്ടി നല്ല മിടുക്കിയായി അവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ആമേൻ സ്തോത്രം ഞാൻ മടങ്ങി. എന്നാൽ അന്ന് പറഞ്ഞ കാര്യം, ആ കുഞ്ഞ് നല്ല ആരാധനയുള്ള, ദൈവസ്നേഹമുള്ള, ഉപവസിക്കുന്ന ഒരു നല്ല മോളായിരുന്നു. അവിടെ ബാംഗ്ലൂർ ചെന്നപ്പോൾ അവൾ ചെല്ലുന്ന ചർച്ചിൽ ചില കുട്ടികളുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. പെന്തക്കോസ് കുട്ടികളെ പരിചയപ്പെട്ടു. അപ്പൊ ഇവള് നന്നായി ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ചില പിള്ളേർക്ക് ഒരു ചെറിയ അസൂയ. ഇവളോട് ചലഞ്ച് ചെയ്തു, ഇനി ഞങ്ങൾ അറിയുന്ന ഒരു ആള്, ഒരു സഹോദരൻ, ഒരു മകൻ പഠിക്കുന്നുണ്ട്, അവൻ കുറെ കാലമായിട്ട് ആരാധന വരുന്നില്ല, അദ്ദേഹം ഒരു പാസ്റ്ററുടെ മകനാണ്, ആരാധനയിൽ സംബന്ധിക്കുന്നില്ല, നിനക്ക് അവനെ ആരാധനയിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ? അവൾ പറഞ്ഞ സിമ്പിളാ, അതിനകത്ത് വലിയ സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവളുടെ കോൺഫിഡൻസ് അത്ര നല്ലതായിരുന്നതുകൊണ്ട് ആളെ പരിചയപ്പെടുത്തി. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ
വിളിച്ചു വരുത്തി ഒരു ഐസ്ക്രീം കളിക്കുന്ന പാരലെല്ലാം കണ്ട് കയറി സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നതാണ്, ഇന്ന പാസ്റ്ററുടെ മോനാണ്, ഞാനിതൊക്കെ കുറേ കണ്ടിട്ടുള്ളത്, ഇതൊക്കെ കുറേയെല്ലാം കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവ വാദിക്കാൻ തുടങ്ങി. വാദിച്ച സമയത്ത് ഇവളുടെ ജീവിത അനുഭവങ്ങളെല്ലാം പറഞ്ഞ് കുറച്ച് ഇവനെ ക്ലിയർ ചെയ്തു. എന്ന് മാത്രമല്ല നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. വൈകുന്നേരം ആയപ്പോൾ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒത്തിരി ഡൗട്ടുണ്ട്, അതുകൊണ്ട് ഫ്രീ ആണെങ്കിൽ, അന്ന് സൺഡേ ആണല്ലോ, ഫ്രീ ആണ്, വൈകിട്ട് ഇന്ന സ്ഥലത്ത് വന്നാൽ കാണാമോ? അവള് പറഞ്ഞ് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ല, കാരണം ടൈം 6 മണി 7 മണി വരെയൊക്കെ പുറത്തു പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വരുന്ന ആഴ്ച നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ആരാധന കഴിഞ്ഞപ്പോൾ ആരാധനയ്ക്ക് ഇവൻ വന്നു. ആരാധന കഴിഞ്ഞ് കൂട്ടുകാരുമായിട്ട് ഒരുമിച്ചൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു, ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് അവൻ പറഞ്ഞ് നമുക്ക് ഒത്തിരി സമയം സംസാരിക്കണം, അതുകൊണ്ട് ഒരു പാർക്കിൽ പോയിരിക്കുക, അല്ലെ മാളിൽ എവിടെയെങ്കിലും പോയിരിക്കുക എന്ന് പറഞ്ഞ് അവിടെയൊക്കെ പോയി. വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് വീട്ടിൽ തിരിച്ച് ഈ മോളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ആ ബന്ധം അങ്ങനെ വളർന്നു വന്നു. പിറ്റേ ആഴ്ച സൺഡേ ആരാധന കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ ഡൗട്ട് തീർക്കാൻ വേണ്ടി പോയി. ചുരുക്കി പറഞ്ഞാൽ 2ാമത്തെ ആഴ്ച ഈ മോളെ ഈ പറഞ്ഞ വ്യക്തി ബൈക്കിൽ കയറ്റി തൻ്റെ റൂമിൽ കൊണ്ടുപോയി ഇതിനെ നശിപ്പിച്ചു. കെണികളെ കുറിച്ച് ഞാൻ പറയുന്നത്, കെണികളെ കുറിച്ച്, കെട്ടപ്പെടുന്ന അനുഭവങ്ങളെ കുറിച്ച്, ബന്ധിക്കപ്പെട്ട അനുഭവങ്ങളെ കുറിച്ച്. അവൾ മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഞാൻ നാട്ടിലേക്ക് ഇനി മടങ്ങി വരില്ല, ഞാൻ നശിച്ചു, ആരോടും പറയരുത്, നമ്മുടെ കുടുംബത്തിനൊരു പേരുദോഷം ഉണ്ടാകരുത്, എനിക്ക് മരിച്ചാൽ മതി, പക്ഷേ 2 പെൺകുട്ടികളാണാകെ, എനിക്ക് എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയും ഒന്ന് കാണണം, അവസാനമായി പപ്പയും മമ്മിയും ഒന്ന് കാണണം, എൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹം കൊണ്ട് ഞാൻ വീട് വരെ വരും, വന്നിട്ട് ഞാനത് എന്നാ തീരുമാനിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞാണ് ഞാൻ ഈ പറഞ്ഞ കൊച്ച്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഞാൻ പലപ്പോഴും അവരുടെ വീടുകളിൽ പോവുകയും അവളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും തിരിച്ച് മടങ്ങി വരികയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നൊരു കുടുംബജീവിതം നയിക്കുകയും 2 പിള്ളേരുടെ അമ്മയുമാണ്. അപ്പം അത്രയും കാലങ്ങൾക്ക് മുന്നിലുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വല്ലാതെ ഹേമിക്കുന്നു. ഇതിനകത്ത് ഒത്തിരി മാതാക്കൾ, പ്രത്യേകിച്ച് ഒരു സഹോദരി ലീഡ് ചെയ്യുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് ഒത്തിരി മാതാക്കൾ ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ദൈവവചനം പറയും, പക്ഷെ അതിനകത്തെല്ലാം അനുഭവങ്ങൾ കൂടി കണക്ട് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പ്രസംഗങ്ങളെല്ലാം അനുഭവങ്ങളുമായി കണക്ട് ചെയ്തതായിരിക്കും. നിങ്ങൾ ഇന്നൊരു 10, 30, 40 റെഫറൻസിന് വേണ്ടി ആരും ഡയറി റെഡിയാക്കി വെക്കണ്ട. ചിലപ്പോൾ ഞാൻ 1, 2 റെഫറൻസേ പറയത്തുള്ളൂ, പക്ഷേ തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം അനുഭവങ്ങൾ കോർത്തിണക്കിയായിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിടുതലിന് വേണ്ടി സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ആമേൻ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ മതി. ആരെ തുടരണമെന്ന് എനിക്കറിയില്ല, ദൈവത്തിന് അറിയാം. പരിശുദ്ധാത്മാവ് നന്നായി ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഇരിക്കുന്ന ഒരു ദൈവദാസന്റെ ഭവനത്തിലാണ്. ആമേൻ. എൻ്റെ വൈഫുണ്ട്, അതേപോലെ ഒരു ദൈവദാസനും ദൈവദാസിയുമുണ്ട്, തൻ്റെ മക്കള് ഇവിടെയുണ്ട്. അവർ ശുശ്രൂഷ മിനിസ്ട്രി ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ അവസാനം ആമേൻ സ്തോത്രം ഇവിടുത്തെ പാസ്റ്ററുടെ മകൻ ഒരു പാട്ടൊക്കെ പാടി നമ്മളെ സഹായിക്കും. ആമേൻ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇന്ന് രാത്രിയിൽ കെട്ടപ്പെട്ട മേഖലകളെ അഴിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു ഫേവർ ഇന്ന് ചിലരുടെ മേൽ വെളിപ്പെടും, ചില കുടുംബത്തിനകത്ത് വെളിപ്പെടും. സഹോദരിമാരായ മാതാക്കളോട് ഞാൻ പറയട്ടെ, ആമേൻ, മക്കളെ നിങ്ങളുടെ വീടിന് അകത്തുനിന്ന് പുറത്ത് എവിടെ പഠിക്കാൻ വിടുന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ അവരെ ഓർത്ത് ഉപവസിക്കാൻ കഴിയുന്ന അമ്മമാരുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ പോയതുപോലെ മടങ്ങി വരാനിടയാകും. നിങ്ങളുടെ മക്കൾ പരിക്ക് പറ്റാതെ മടങ്ങി വരാനിടയാകും. നിങ്ങളുടെ തലമുറ വിട്ട വിഷയം പഠിച്ചു പാസ്സായി അനുഗ്രഹിക്കപ്പെട്ട ഭാവി പ്രാപിച്ചു മടങ്ങി വരാനിടയാകും. ഇല്ലെങ്കിൽ ആമേൻ, നിങ്ങൾ ഉഴപ്പുന്നത് കണ്ടാ നിങ്ങളുടെ മക്കൾ വളരുന്നതെങ്കിൽ നിങ്ങളുടെ തലമുറകൾ ഉഴപ്പി ഏതെങ്കിലും കിളികളിൽ പെട്ട് തകർന്നു എന്നുള്ള വാർത്ത നിങ്ങൾ കേൾക്കാനിടയാകും. ഒരപ്പന്റെ ഹൃദയത്തോടെ തന്നെ പറയുകയാണ്, ആമേൻ, പ്രാർത്ഥിച്ചയച്ചാൽ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കുവാനും അവരെ കരുതുവാനും ഇടയാകും. ആകയാൽ മാതാക്കളോട് അഥവാ പിതാക്കന്മാരെന്നെ കേൾക്കുന്നെങ്കിൽ അവരോട് കൊച്ചു കുഞ്ഞായിരിക്കുന്ന പ്രായം മുതൽ തലമുറയുടെ തലയിൽ കൈവച്ച്
പ്രാർത്ഥിച്ച് അനുഗ്രഹിപ്പാൻ നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. നമുക്കൊരു ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ച് സഹായിച്ചാൽ നന്നാകും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 3 വരെ. യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിർത്തുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കിൽ നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടു വരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോഴും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും മതി 3 വരെ വാക്യമാണ്. താങ്ക് യു സിസ്റ്റർ. അവിടെ പറയുകയാണ്, ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സ്തോത്രം പറഞ്ഞാലും ഉറക്കെ പറയണം. രാമൻ പറയാമോ? നമ്മളൊരു ഗ്ലോറി പറഞ്ഞാലും ഹല്ലേലൂയ പറഞ്ഞാലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതെല്ലാം ഉറക്കെയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഉറക്കെയാണെങ്കിൽ സ്തോത്രം. ഇവിടെ പറയുകയാണ്, ദൂതൻ മുദ്രയിട്ട് തീരുവോളം ഒരു ദോഷവും ചെയ്യരുതെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഏതിനേക്ക് ദോഷം ചെയ്യുന്നത്? 1, സമുദ്രത്തിനെ ദോഷം ചെയ്യുന്നു. 2, ഭൂമിയുടെ മേൽ ദോഷം ചെയ്യുന്നു. 3, വൃക്ഷങ്ങളുടെ മേൽ കേടുവരുത്തുന്ന ഒരു കാറ്റ്. സ്തോത്രം. കാറ്റ് മാത്രമല്ല കേടുവരുത്തുന്നത്, ചില സമയങ്ങളിൽ കേടുവരുത്തുന്നത് ചിലരും മനുഷ്യരായിരിക്കാം. നമ്മളെ കേടുവരുത്തിയത് ചിലപ്പോ മനുഷ്യരായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സഹവിശ്വാസിയായിരിക്കാം നമ്മളെ കേടുവരുത്തിയത്. സ്തോത്രം. നമുക്ക് അറിയുന്ന സഹോദരങ്ങളായിരിക്കാം നമ്മളെ കേടുവരുത്തിയത്. സ്തോത്രം. നിങ്ങൾ ഈ പറയുന്ന സമയത്തൊന്ന് സ്തോത്രം പറയണം. കാരണം ഇന്ന് രാത്രി കേട് പോക്കാൻ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ സൂം മീറ്റിങ്ങിന്റെ മധ്യത്തിൽ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് കേട് വന്ന ചില വിഷയത്തെ കേട് പോക്കിയെടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന രാത്രിയാണെന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളെ ഉറപ്പ് പറയുന്നു. ഇന്ന് ചില കേടുകൾ പോക്കുവാൻ സ്വർഗം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇനി സഭയായാൽ കേടുവരുത്തുന്ന സഹ വിശ്വാസികൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അപൂർവമായി 1000-ൽ ഒന്നെന്ന് പറഞ്ഞ പോലെ ആമേൻ ചിലരുടെ അനുഭവങ്ങൾ കേടുവരുത്തിയത് പാസ്റ്ററുമാകാം. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ ചിരിക്കേണ്ട, ഉള്ളിൽ ചിരിച്ചാൽ മതി. സ്തോത്രം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ 100 കണക്കിന് ഞാൻ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. 34 വർഷമായി കൗൺസിലിംഗ് മേഖലയിൽ ഉള്ളത് കൊണ്ട് എനിക്കറിയാം ചില കേസുകൾ ചിലരുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്തോത്രം. ഇന്ന് 42 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് മിടുക്കി എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ മിടുക്കി, ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊച്ച് ഞാൻ കണ്ടു. ഒരു കാലത്ത് എൻ്റെയൊക്കെ പ്രാരംഭ വിശ്വാസ ജീവിതത്തിൽ ഒരുമിച്ച് ആരാധിച്ചൊരു കുടുംബമാണ്. ഒരു പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞ അമേരിക്കയിൽ നിന്ന് നിനക്കൊരു വിവാഹം വരും, അതുവരെ സമ്മതിക്കരുത്. ഇന്ന് 42 വയസ്സുണ്ട്. 5'5" ഹൈറ്റ്, വൈറ്റ്, ഫെയർ, മുട്ടപ്പം മുടിയുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ട്, നല്ല ജോലിയുണ്ട്, മാതാപിതാക്കളുണ്ട്, ഒരു കൂടപ്പുറപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ 42 വയസ്സായിട്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല. കാരണം അമേരിക്കയിലെ മണവാളനെ പുതിയാപ്പിളെ നോക്കിയിരിക്കുക. നമ്മുടെ ഭാഷ, ഞങ്ങള് മലബാറുകാരുടെ ഭാഷ പറഞ്ഞ പുതിയാപ്പിളെ നോക്കിയിരിക്കുക. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ 23 വയസ്സിൽ ആ കുഞ്ഞിനെ വിവാഹം കഴിച്ച് അയക്കാമായിരുന്നു. അന്നൊരു പ്രപ്പോസൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ വന്നപ്പോൾ അതിൻ്റെ അമ്മ പറഞ്ഞില്ല, ദൂതുകളോട് അമേരിക്കക്കാരാ. ഒരു 10 വർഷം മുമ്പ് ഞാൻ ആ കൊച്ചിനെ കുറിച്ച് അന്വേഷിച്ചു. ദൈവമേ, വിവാഹം വല്ലതും കഴിഞ്ഞോ, അതിൻ്റെ കാര്യം എന്തായെന്ന് അന്വേഷിച്ചപ്പോൾ ഇപ്പോഴും നടന്നിട്ടില്ല. ഈയിടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്ററുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നയാളുടെ മോളുടെ കാര്യം ഇപ്പോഴും കല്യാണം നടന്നിട്ടില്ല. 42 years. ഞാൻ പറഞ്ഞത്, ചില ദൂതുകൾ പോലും മനുഷ്യനെ കേടുവരുത്തും. ആ ദൂത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് 100%.
Praise the Lord. മാനുഷികമായ ദൂതുകൾ, ജഡത്തെ നോക്കിയുള്ള ദൂതുകൾ, മുഖം നോക്കിയുള്ള ദൂതുകൾ, നിന്റെ അറിവിൽ നിന്നുള്ള ദൂതുകൾ ചിലരെ കേടുവരുത്തും. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ച ദൂതാണ് നീ ഒരു വ്യക്തിക്ക് വേണ്ടി കൈമാറുന്നതെങ്കിൽ, ഒരു സഭയ്ക്ക് വേണ്ടി കൈമാറുന്നതെങ്കിൽ, ആ ദൂത് നിവർത്തീകരിക്കും. അതൊരു അത്ഭുതമായി മാറുവാൻ ദൈവം സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേ സ്തോത്രം, ചിലതെല്ലാം നിവർത്തീകരിച്ചില്ലെന്ന് പറഞ്ഞ് ദൈവത്തെയോ ആമേ സ്തോത്രം മനുഷ്യരെയോ ഒന്നും കുറ്റം പറയേണ്ട. ഏതാണ് നല്ലതെന്ന് ശോധന ചെയ്ത് പ്രാപിക്കാനുള്ള ദൈവകൃപ എനിക്കും നിനക്കും ഉണ്ടായിരിക്കണം. 2, ഈ ദൂത് പ്രാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമേൻ, 24 വർഷമായി സെൻട്രൽ പാസ്റ്റർ പറഞ്ഞ ദൂതല്ല നടപ്പാകാതിരുന്നത്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു ദൂത്. ആരോട് പറഞ്ഞു? അബ്രഹാമിനോട് പറഞ്ഞൊരു ദൂത്. നീ ആമേൻ സ്തോത്രം, തലമുറകളെ ആകാശത്തിലെ ആമേൻ നക്ഷത്രങ്ങളെ പോലെയും കടലിലെ മണൽത്തരിക പോലെ നിനക്ക് തലമുറകളെ നൽകുമെന്ന വാഗ്ദത്ത ദൂത് അബ്രഹാം കേട്ടിട്ട് 24 വർഷമായിട്ട് അത് പ്രാപിച്ചില്ല. ഞാൻ എൻ്റെ ഒരു മനോഭാവം പറഞ്ഞാൽ, ഞാനൊരു ദൂത് പറഞ്ഞാൽ ആ ദൂത് ദൈവത്തിൽ നിന്നുള്ളതാകിയാൽ അത് പ്രാപിച്ചു, നടപ്പിലായി, അത് സംഭവിച്ചു എന്ന് അറിയുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു ഭയങ്കര സന്തോഷം. പറയുന്ന ഉപദേശിക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഇവിടെ അബ്രഹാമിനോട് ദൈവം ദൂത് പറഞ്ഞു, മനുഷ്യനല്ല. 24ാമത്തെ വർഷം വന്നിട്ട് ദൈവം വീണ്ടും ഇടപെടുകയാണ്. നീ എന്നെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കാം എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് മാറ്റിവെക്കണം. നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഉഡായിപ്പ് മാറ്റിവെക്കണം എന്ന് പറഞ്ഞാൽ തരികിടയും തിത്തരികിടയും ഒന്നും ആയി നടന്നാൽ ദൂത് പ്രാപിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ സ്തോത്രം, അബ്രഹാം അന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആ ദൂതന് ആമേൻ പറഞ്ഞത് കൊണ്ട് വരുന്ന 1 വർഷമാവുമ്പോൾ അബ്രഹാമിന്റെ കയ്യിൽ തലമുറയെ എടുത്ത് രാരിരം പാടാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അപ്പൊ ദൂത് കേടുവരുത്തുമെന്ന് പറഞ്ഞത് ഒന്നാണെങ്കിൽ, സ്വയം കേടാകാതിരിക്കണം എന്ന് പറഞ്ഞ ഉഡായിപ്പ് വെച്ചുകൊണ്ട് ദൂത് പ്രാപിക്കാമെന്ന് ആരും കരുതരുത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുക എന്ന ദൈവത്തിന്റെ വചനം അത്രയൊന്നും ആയില്ലേലും ആകാനുള്ള ഒരു പരിശ്രമം, ആകാനുള്ള ഒരു ജീവിത മാർഗം, ആകാനുള്ള ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആമേൻ സ്തോത്രം, അമ്മയുടെ ഉദരം മുതൽ കേടുവന്ന ഒരു മനുഷ്യനെ കാണാം. ഇവിടെ നമ്മൾ വായിച്ച വചനത്തിനകത്ത് നിങ്ങൾ ആ പദത്തെ ഒന്ന് ശ്രദ്ധിക്കണം. കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ ആ പദത്തിനകത്ത് നിന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണം. ആമേൻ സ്തോത്രം. അവിടെ അമ്മയുടെ ഉദരം മുതൽ ഏതാണ്ട് 40+ എന്നാ പറയുന്നത് ഏജ്, ഒരു മുടന്തനായ യൗവനക്കാരൻ എവിടെയാ വന്ന് കിടക്കുന്നത്? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു ചർച്ചിന്റെ മുൻപിൽ വന്ന് കിടക്കുക. നിങ്ങളുടെ ലയൺ ഓഫ് ജൂത എന്നാണ് നിങ്ങളുടെ ചർച്ചിന്റെ പേര്. ചിലരുടെയൊക്കെ IPC ബെഥേലെന്നും IPC സിയോൻ എന്നും ഗിൽഗാൽ എന്നും പല പേരുകളിൽ ആമേൻ സ്തോത്രം AG സിയോൻ എന്നൊക്കെ നമ്മൾ പല പേരുകളാണ് നമ്മുടെ സഭകൾക്ക്. ഇവിടുത്തെ ചർച്ചിന്റെ പേര് ബ്യൂട്ടിഫുൾ, മനോഹരമെന്ന. മനോഹരമാണ് ചർച്ച്. പക്ഷെ മുമ്പിൽ കിടക്കുന്നവന്റെ ജീവിതത്തിന് യാതൊരു മനോഹാരിതയുമില്ല. അവൻ എന്നും ഭിക്ഷയാചിക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിനകത്ത് അവനെ ചുമന്നുകൊണ്ട് വന്ന് അവിടെ ഭിക്ഷയാചിക്കാൻ ഇരുന്നില്ലെങ്കിൽ അന്ന് അവൻ പട്ടിണിയാകും, അവന്റെ കുടുംബം പട്ടിണിയാകും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളൊന്നും ഇല്ലായിരിക്കാം, എങ്കിലും അവന്റെ അപ്പനും അമ്മയും ഉണ്ടാവുമല്ലോ. ഒരുപക്ഷെ കൂടപ്പുറപ്പുകൾ കാണുമല്ലോ. ഇവന്റെ വരുമാനം കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത്. ആ സമയത്ത് അവന്റെ കേടുവന്ന ശരീരത്തെ നന്നാക്കാൻ നിയോഗം പ്രാപിച്ച 2 പേര്. നമ്മൾ കരുതക്കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, കർത്താവ് 2 പേരെ അയച്ചു. ഇവിടെ 2 പേരെ ആമേൻ സ്തോത്രം അയച്ചു. പത്രോസ് യോഹന്നാനാണോ എന്ന് അറിയില്ലെങ്കിലും എൻ്റെ ഒരു സംശയം, ആമേൻ ഇവനെ വിടുവിക്കാൻ ഒരു പക്ഷേ അവരായിരിക്കും ചാടി പുറപ്പെട്ടു പോയിരിക്കുന്നത്. ആമേൻ സ്തോത്രം. അവരവിടെ ചെല്ലുമ്പോൾ അവരെ ഉറ്റുനോക്കി. എത്ര കാലത്തെ ബന്ധനമാ, സൈക്കിളിൽ നിന്ന് വീണതല്ല. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചിയെ സഹായിക്കാൻ പ്ലാവെ കയറിയപ്പോൾ ചക്കയും
ഈ പ്രിയപ്പെട്ട സഹോദരൻ കൂടെ താഴെ ഒരുമിച്ച് പൊത്തോന്ന് വീണതല്ല. എന്താണ്? അവന്റെ അമ്മയുടെ ഉദരം മുതൽ അവനെ കേടുവരുത്തിയ ഒരു പൈശാചിക മണ്ഡലം അവന്റെ ജീവിതത്തിനകത്തുണ്ടായി. അവന്റെ അമ്മയുടെ ഉദരം മുതൽ അവനെ കേടുവരുത്തിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇങ്ങനെ പാരമ്പര്യമായി കേടുവന്ന ചില മേഖലകളുണ്ട്. പാരമ്പര്യമായി ഒരുപാട് അനുഭവങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ തൊട്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ മത്തായിയുടെ സുവിശേഷം ആമേൻ 1-ാം അധ്യായം മുതൽ ഒന്ന് വേഗത്തിൽ ഒന്ന് എടുത്ത് വായിച്ച 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദായെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീനാദാവിനെ ജനിപ്പിച്ചു, അമ്മീനാദാവ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. മതി. താങ്ക് യു. ഒന്നുകൂടെ വായിക്കണം. നമ്മള് അതിനകത്ത് വായിച്ച ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ അതിന്റെ 5-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചേ. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ഒരു പാരമ്പര്യ കേട് പറഞ്ഞ് ആമേ സ്തോത്രം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ദാവീദ് വാസ്തവത്തിൽ ആരായിരുന്നു? അവനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത്, ദാവീദ് യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ആരും മോശക്കാരല്ല. അത്രയും നല്ല സാക്ഷ്യം സ്വർഗത്തിലെ ദൈവം നൽകിയൊരു മനുഷ്യനാണ് ദാവീദ്. പക്ഷെ ഇതേ ദാവീദിന്റെ ജീവിതത്തിലാണ് മഹാപാപം എന്ന് പറയാവുന്ന 2 കുറ്റങ്ങൾ ദാവീദ് ചെയ്തത്. അപ്പൊ എന്റെ ചോദ്യം, ഊറിയാവിന്റെ ഭാര്യയെ പരിഗ്രഹിക്കുകയും ഊറിയാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തത് ദാവീദിന്റെ ജീവിതത്തിൽ ഒരു നോട്ടം പെശകിയതുകൊണ്ട്, ഒറ്റ നോട്ടം. അങ്ങനെയാണെങ്കിൽ വലിയ പാപങ്ങളൊക്കെ ചെയ്യാൻ പിശാച് തുറക്കുന്ന ചെറിയ വാതിലായിരിക്കും അതിന്റെ കാരണം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഒരു ചെറിയ വാതിൽ, ഏതാ വാതിൽ? കണ്ണിന്റെ പോളകൾ 2 തുറന്ന് നോക്കിയപ്പോൾ ഊറിയാവിന്റെ ഭാര്യ ബത്ശേബ കുളിക്കുന്നത് കണ്ടു. ആ ജഡിക താല്പര്യം അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതുവരെ യഹോവയുടെ ഹൃദയപ്രകാരം ഉണ്ടായിരുന്ന മനുഷ്യനെന്ന് സാക്ഷ്യം ലഭിച്ച ആ നല്ല മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് പാപം കയറി വന്നു. എങ്ങനെയാണത് കയറി വന്നത്? അതിന്റെ മറുപടിയാണ് ഞാനിവിടെ വായിച്ചത്. പാരമ്പര്യമായി ആമേ സ്തോത്രം രാഹാബ് എന്ന് പറയുന്ന ഒരു വല്യമ്മച്ചിയുണ്ട് അവിടെ. ആ രാഹാബ് എന്ന് പറയുന്ന വല്യമ്മച്ചിക്ക് ഒരു വാലുണ്ട്. നമ്മുടെയൊക്കെ പഴയ കാലത്തെ അമ്മച്ചിമാർക്ക് ചട്ടയും മുണ്ട് കൊടുക്കുമ്പോൾ ഒരു വാലുണ്ട്. അത് മൂവാറ്റുപുഴയിലും ഉണ്ട്, കോലഞ്ചേരിയിലും ഉണ്ട്, ആമേൻ സ്തോത്രം കടമറ്റത്തും ഉണ്ട്, അവിടേക്കുള്ള വാളകത്തും ഉണ്ട്. സ്തോത്രം ആമേൻ പെരുമ്പാവൂർ എല്ലായിടത്തും ആമേൻ ഒരു 40 വർഷം മുമ്പുള്ള ജനറേഷനിൽ ഒരു വാലുണ്ട്. ഇന്നിപ്പോ വാലുള്ള അമ്മച്ചിമാരൊന്നും കാണാനില്ല. സ്തോത്രം. വല്ല വഴിയിലും പോണ വഴിക്ക് വല്ല വാലുമുള്ള ചട്ടയും മുട്ട് കൊടുത്ത അമ്മച്ചിയെ കാണുവാണെങ്കിൽ കൂടെ നിന്നൊരു സെൽഫി എടുത്തോണം. കാരണം അന്യം നിന്ന് പോകുന്ന വകുപ്പാത്. സ്തോത്രം. അപ്പൊ ഈ വാലുണ്ട്. ആ വാലല്ല ഇവിടെ. ഈ അമ്മച്ചിയുടെ വാല് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, രാഹാബ് എന്ന് പറയുന്ന വേശ്യ. അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അടക്കം അതിന്റെ അർത്ഥം ഇപ്പൊ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയിലൊക്കെയാണ് നമ്മൾ വളരുന്നത്. അപ്പൊ പാപം ചെയ്ത് ജീവിച്ച ആ സഹോദരി ദൂതന്മാരെ കൈക്കൊണ്ട് സൽക്കരിച്ചത് കൊണ്ട് അവൻ ഈ ജനറേഷൻ അകത്ത് അവൻ പേര് വന്നു. അഥവാ അവൾ മാനസാന്തരപ്പെട്ടത് കൊണ്ട് ആ ജനറേഷൻ അകത്ത് അവളുടെ പേര് വന്നു. ഇനി ശ്രദ്ധിച്ചേ, ഈ രാഹാബ് എന്ന് പറയുന്ന വല്യമ്മച്ചി കഴിഞ്ഞ് നിങ്ങൾ ആ പേര് വായിച്ചാൽ ശ്രദ്ധിക്കണം. ഞാൻ സാധാരണ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം ആരോടും വായിക്കരുതെന്ന് പറയുന്ന ആളാണ്.
കാരണം ഒരു പുതിയ വിശ്വാസിയെ കിട്ടി. നിങ്ങൾ ബൈബിള് പുതിയ നിയമം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഈ 1-ാമത്തെ അധ്യായം വായിച്ചാൽ അവനൊരു 3 മിനിറ്റ് കൊണ്ട് പുസ്തകം താഴെ വെച്ചേച്ച് വേറെ വഴിക്ക് പോകും. കാരണം ഒന്നും മനസ്സിലാകത്തില്ല. ഏറ്റവും നല്ലത് അവൻ പുതിയ നിയമത്തിനകത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തുടങ്ങിയാൽ നല്ലതാണ്. കാരണം ഒരു സ്നേഹത്തിന്റെ ആധിക്യം ആ സുവിശേഷത്തിനകത്ത് അധികമുള്ളത് കൊണ്ട് അവൻ വേദനയിലും ദുഃഖത്തിലും ഒക്കെ കിടക്കുന്ന പുതിയ ആളുകൾക്ക് അതൊരു ആശ്വാസം കൊടുക്കും. അതുകൊണ്ട് ഞാനിത് സാധാരണ വായിക്കാൻ പറയാറില്ല, പക്ഷേ ഇവിടെ ഒരു വലിയ മർമ്മമുള്ളത് കൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. ഈ രാഹാബിന്റെ സ്തോത്രം ആ പേര് കഴിഞ്ഞ 6-ാമത്തെ പേരാണ് ദാവീദിന്റെ പേര്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറയാവോ? പ്രൈസ് ലോർഡ്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ ഹല്ലേലിയോ എന്ന് കാണാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൈ ഒന്ന് ഉയർത്തിയാൽ അവൻ വചനം പറയുന്ന സമയത്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന വാക്ക് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് പ്രതികരിച്ച് കൈ ഒന്ന് ഉയർത്തിയാൽ നിങ്ങൾ സ്തോത്രം പറയുന്ന ശബ്ദം കേട്ടിലും അതരം ചലിക്കുന്നത് എനിക്കിവിടെ കാണാൻ കഴിയും. അതെന്നെ സംബന്ധിച്ചോളം എൻ്റെ ശുശ്രൂഷയ്ക്ക് ഭയങ്കര പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ സ്നേഹത്തോട് ഉപദേശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രാഹാബ് മുതൽ 6-ാമത്തെ തലമുറ ആര്? ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ഈ ദാവീദ് എങ്ങനെയാ പാപം ചെയ്തത്? ഈ ദാവീദിന്റെ ബ്ലഡിനകത്ത്, ജീനിനകത്ത് വെളിപ്പെട്ട പാപത്തിന്റെ സ്വാധീനമാണ് ഇവനെ ഈ ഒളിഞ്ഞു നോട്ടത്തിന് പ്രേരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൻ ആരാ അമ്മ ആരാന്ന് നമുക്കറിയത്തില്ല. അറിയും, ക്ഷമിക്കണം, അപ്പനെ അമ്മയെ നമുക്കറിയാം. വല്യപ്പച്ചന്റെ അപ്പനെ അമ്മയെ നമുക്കറിയാവോ? വളരെ അപൂർവ. അതിനപ്പുറത്ത് ഒരു അപ്പച്ചനും അമ്മയും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ 6-ാമത്, നമ്മുടെ തലമുറയുടെ 6-ാമത് ഒരു അപ്പനും അമ്മയും ഉണ്ടല്ലോ. സ്തോത്രം. ഞങ്ങള് 4 തലമുറകൾ ഒരുമിച്ച് ദൈവത്തെ സേവിക്കാൻ, ആരാധിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ അമ്മ വല്യമ്മച്ചി 2-3 വർഷം മുമ്പ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയുടെ വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ 90 വർഷം മുൻപ് കോട്ടയം തോട്ടക്കാട് IPC സഭയിലെ ഒരു മെമ്പറായിരുന്നു. എനിക്ക് ഏതാണ്ട് 8 വയസ്സുള്ള സമയത്ത് ഈ അമ്മച്ചി ഞങ്ങളുടെ മലബാറിലുള്ള വീട്ടിൽ വരികയും ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് പുൽപ്പായിലിരുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇന്ന് എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മയുണ്ട്. അന്ന് ഏതാണ്ട് 10-75 വയസ്സുള്ള അമ്മച്ചിയാണ്. ആമേൻ. അതൊക്കെ എനിക്ക് ചെറിയ പ്രായമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ നോക്കിയാൽ ആ അമ്മച്ചി, എൻ്റെ അമ്മ 3-ാം തലമുറ, ഞാൻ 4, എനിക്ക് മകളുണ്ട്. ആമേൻ സ്തോത്രം. 5 തലമുറയായി പെന്തക്കോസ്തിനകത്തുണ്ട്. പക്ഷെ ഈ പാരമ്പര്യമൊന്നും ദൈവകൃപയാൽ ആമേൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പാരമ്പര്യമായി അവശേഷിക്കുന്നില്ല. ഇന്നും പുതുക്കപ്പെട്ട അനുഭവത്തിൽ കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിന് വേണ്ടി നന്നായി ജീവിക്കാൻ ആമേൻ സ്തോത്രം വില കൊടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദാവീദിന്റെ ജീവിതത്തിലേക്ക് ഈ പാപം വരാൻ, അവൻ കേടുവരാൻ കാരണം, ഒരു പെണ്ണിന്റെ നഗ്നത കണ്ടപ്പോൾ അവൻ കേടുവരാൻ കാരണം സ്തോത്രം ഈ ഫോളോ അപ്പ് അഥവാ ബ്ലഡിലൂടെ, ജീനിലൂടെ, ഈ വല്യമ്മച്ചിലൂടെ തലമുറകളായി കൈമാറി കയറി വന്ന ഈ പാപത്തിന്റെ ശക്തിയാണ് അവനെ പാപത്തിൽ കേടുവരുത്തിയത്, അവനെ കൊലപാതകിയാക്കിയത്. വല്യമ്മച്ചി ഒരു പാപമേ ചെയ്തുള്ളെങ്കിൽ അവൻ കൊച്ചുമകനായിരിക്കുന്ന ഈ ദാവീദ് 2 പാപം ചെയ്തു. അതുകൊണ്ട് തീർന്നില്ല. നീ ദാവീദിന്റെ മകന്റെ കാര്യത്തിലേക്ക് വന്നേ. അപ്പൻ ഒന്നിലാ കുടുങ്ങി പാപം ചെയ്തതെങ്കിൽ നാഥാം പ്രവാചകൻ അവന്റെ ജീവിതത്തെ ചോദ്യം ചെയ്തപ്പോൾ, അവനോട് ഇടപെട്ടപ്പോൾ, ദൂത് കൈമാറിയപ്പോൾ അവൻ ദൈവസന്നിധിയിൽ മടങ്ങി വന്നു. എന്നാൽ അവനിലൂടെ ഉണ്ടായിരിക്കുന്ന ശലോമോൻ എന്ന് പറയുന്ന മകൻ 1000 സ്ത്രീകളുടെ മേൽ പാപം ചെയ്യാനിടയായി. അതിനകത്ത് 700 പേര് ഭാര്യമാരാണെന്ന് ബൈബിൾ പറയുന്നു, 300 പേര് വെപ്പാട്ടിമാരാണെന്ന് പറയുന്നു. എവിടെയാ വല്യമ്മച്ചി തുടങ്ങി വെച്ചത്? ആഘോഷ കമ്മിറ്റിയാക്കി മാറ്റിയത് ഈ പാപത്തിന്റെ ഫോളോ അപ്പ് ആണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും പിതാക്കന്മാർ, മാതാക്കൾ ഏത് നിലയിലുള്ളവരാണോ അതിന്റെ ഒരു സ്വാധീനം എന്റെയും നിങ്ങളുടെയും തലമുറയിൽ വന്ന് കേടുവരുത്തുമെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ചിതലെ ഇന്ന് പകൽ അവൻ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നിന്റെ തലമുറയ്ക്ക് കേടുവരാതിരിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ലോർഡ് ജീസസ്, ചില കുടുംബങ്ങളിൽ
വല്യപ്പനും വല്യമ്മച്ചിയും ഭയങ്കര കലഹക്കാരാണെങ്കിൽ ശ്രദ്ധിച്ചു, അവരുടെ കുടുംബങ്ങളിൽ ബ്രാഞ്ച് തിരിഞ്ഞു പോകുന്ന മക്കളും കൊച്ചുമക്കളും മേലും ആ കലഹം കയറി വരും. ആമേൻ. നിങ്ങളുടെ വല്യമ്മച്ചി ഒരു തേങ്ങ കട്ടെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ചമ്മന്തി അരിച്ച പരിചയമുള്ളവരാണെങ്കിൽ ആമേൻ, ആ ശാപത്തിന്റെ ഫോളോ അപ്പ് തലമുറ കയറി വരും. തെളിവ് പറയാം, തെളിവ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മോനുണ്ട്, അവനിപ്പോ +2 പഠിക്കുക, അവിടെ മൈസൂരാണ് പഠിക്കുന്നത്. അവൻ 1.5 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ നാട്ടില് പാലക്കാടുള്ള ഞങ്ങളുടെ വീട്ടില് തൊട്ട് അടുത്തൊരു പുഴയുണ്ട്, വീടിന് തറവാട്ടിന് തൊട്ട് മുമ്പിലാണ്. 1.5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾക്ക് ആ പുഴ ഭയങ്കര ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പുഴയ്ക്ക് പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത് രാത്രിയൊക്കെ പോയി കുളം കണ്ട മാതിരിയ കയറിപ്പോരത്തില്ല, വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴാണ് കയറി വരുന്നത്. അവിടെ കൊണ്ട് കുളിപ്പിച്ചിട്ട് ഒരു ടർക്കിയൊക്കെ ചുറ്റി ഞാനിവനെ തോളിൽ എടുത്തുകൊണ്ട് 1.5 വയസ്സുള്ള മോൻ ബെന്നുമായിട്ട് വരുമ്പോൾ അതിലൊരു ഇടവഴിയുണ്ട്, നടവഴിയാണ്, 3 അടി വഴിയാണ്, പഴയ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനൊരു വഴിയാണ്. പക്ഷെ നാട്ടുകാരെല്ലാം അതിലെയാണ് പോകുന്നത്, ടൗണിലേക്ക് കവലയ്ക്ക് പോകുന്നത്. അപ്പൊ ദേവസ്യ കുട്ടി എന്ന് പറയുന്ന ഒരാള് അങ്കമാലിക്കാരാണ്. അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞു, എപ്പോഴാ വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇന്നലെ വന്നു. എടാ പുള്ളെ കണ്ടിട്ട് ഏലിയസ് തിയേറ്ററെ പോലെ ഉണ്ടല്ലോ. പുള്ളി ആദ്യമായിട്ട് എൻ്റെ മോനെ കാണുക. ഏലിയസ് തിയേറ്റർ എൻ്റെ വല്യപ്പനാ, ബെന്നെന്ന് പറയുന്ന 4ാമത്തെ തലമുറയാണ്. അപ്പൊ പുള്ളി എൻ്റെ വല്യപ്പനെ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. എന്നെ ബെന്നിന് എൻ്റെ മകൻ എൻ്റെ വല്യപ്പനെ അറിയത്തില്ല, പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു ഏലിയാസ് തിയേറ്ററിന്റെ ഫിഗറാണ്, നെറ്റി അതാണ്, അവൻ അതേ കളറാണ്, അവൻ അതുപോലെയാണെന്ന് പറഞ്ഞു. 4ാം തലമുറയിൽ എൻ്റെ വല്യപ്പന്റെ നേച്ചർ അല്ലെങ്കിൽ അതേ രൂപഭംഗി കിടന്നു വരുന്നെങ്കിൽ അതിന്റെ പേരാണ് ഞാനിപ്പോ പറഞ്ഞ ജീനിന്റെ പ്രത്യേകത, ബ്ലഡിലൂടെ വരുന്ന പാരമ്പര്യത്തിന് പ്രത്യേകത. നമ്മൾ സാധാരണ ഇച്ചിരി മുടിയുള്ള പെമ്പിള്ളാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാം, അല്ലെങ്കിലും വല്യമ്മച്ചിയുടെ മുടിയാടി നിനക്ക്. സ്വോത്രം, ആമേ. ഇച്ചിരി അധികം വർത്താനം പറയുന്ന പെമ്പിള്ളാര് വല്ല ആണെങ്കിൽ പറയാം, അല്ലേലും നിനക്ക് ആ വലിയ തള്ളയുടെ നാക്കാടി, നിന്റെ കഴുത്തിന് ചുറ്റും നാക്ക, നമ്മൾ അഭിപ്രായം പറയും. സ്വോത്രം, ആമേ. ഇച്ചിരി ചങ്കുപിരിവും, ആമേ. സ്തോത്രം. ഇച്ചിരി കൈകാലുകൾക്ക് ഇച്ചിരി ഉറപ്പും ഇച്ചിരി മസിലും നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആമ്പിള്ളാരുണ്ടെങ്കിൽ അല്ലേലും ആ വല്യപ്പനെ പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയും. എന്താ കാരണം? എന്താ? ആമേ. സ്തോത്രം. ഈ വല്യപ്പനെ ഒരു പക്ഷെ കൊച്ചു കണ്ടു കാണത്തില്ല, എങ്കിലും ബ്ലഡിലൂടെ ഏതൊരു മനുഷ്യന്റെയും പാരമ്പര്യം വരുന്നു. അതാണ് DNA എന്ന് പറയുന്നത്. എന്നെ പരിശോധിച്ചിട്ട് എൻ്റെ വല്യപ്പന്റെ അസ്ഥി പരിശോധിച്ചാൽ അതിനകത്ത് ഇത് വല്യപ്പനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിന്റെ സയൻസ്, DNA കണ്ടുപിടിക്കുന്നതിന്റെ കാര്യം ഇത് ബ്ലഡിലൂടെ വരുന്നതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങള് ആമേ, ചിലരെല്ലാം വിഷാദിച്ചായിരിക്കുന്നത് നിങ്ങളുടെ മുഖഭാവം കണ്ടാ അറിയാം. ആമേ. സ്തോത്രം. സന്തോഷത്തോടെ ഇരിക്കാൻ ഒരു സൂത്രവാക്യം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ പിതാക്കന്മാരിലൂടെ വന്ന മുടന്തുകളെ, നിങ്ങളുടെ മാതാക്കളിലൂടെ വന്ന പാപശാപ മണ്ഡലങ്ങളെ കർത്താവെ ഞങ്ങൾ കേടുവരാനായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവെ ഇന്ന് രാത്രിയിൽ ഒന്ന് എണ്ണി പറഞ്ഞ് ദൈവത്തോട് പറ, ഞങ്ങളുടെ പിതാക്കന്മാർ ആരായിരുന്നെന്നോ അവർ ചെയ്ത പാപം എന്തായിരുന്നെന്നോ, ആമേൻ, അവർ ഏത് ദോഷം പ്രവർത്തിച്ചിട്ടുണ്ടെന്നോ, ആരുടെയെങ്കിലും അതിരുമാന്തി പിടിച്ചിട്ടുണ്ടെന്നോ, ആരുടെയെങ്കിലും അന്യായമായി ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നോ, ആരുടെയെങ്കിലും മേടിച്ച സമ്പത്ത് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെന്നോ, ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ, ആരെങ്കിലും സാധുക്കളെ അപമാനിച്ചിട്ടുണ്ടെങ്കിലോ, ആരെങ്കിലും നാടുവിട്ട് പോകാൻ ഇടയായിട്ടുണ്ടെങ്കിലോ ഞങ്ങൾക്കറിയത്തില്ല കർത്താവേ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഈ സത്യം തിരിച്ചറിയുന്ന ഈ നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും ഈ ശാപം ഇന്ന് രാത്രി മുറിച്ചു കളയണമേ. ചിലതിന്റെ അവകാശങ്ങളെ എൻ്റെ കർത്താവേ കാൽവരിയുടെ രക്തം കൊണ്ട് ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ മനസ്സാക്ഷി ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ ജഡവും ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും യേശുവിന്റെ ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടൊന്ന് കഴുകണമേ. ലോർഡ് ജീസസ്. ഉറവാലമന ചൂടാരാജാമനേഷന്ത ഉടരാജമനേഷ ഉട. യെസ്, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം കേട്ടോ. അവൻ ഗൗരവത്തോടെ ഇരിക്കണം കേട്ടോ. ഇന്ന് പകലിൽ പിതാക്കന്മാരിലൂടെ വന്ന ചില അകൃത്യങ്ങൾ,
ചില കേടുകൾ, ആമേൻ, ചില പേരുദോഷങ്ങൾ, ആമേൻ, നന്നാകാൻ കഴിയാത്ത അവസ്ഥകൾ, സാമ്പത്തികമായി പുരോഗതിയില്ലാത്ത അനുഭവങ്ങൾ, നല്ലത് ചെയ്തിട്ടും കേടുവന്ന പേരുദോഷങ്ങൾ അവൻ കേട്ട് പിശാച് നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ വാദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിന്റെ മേലൊരു ജയം. ഉറവാലപല കരമടിച്ച് ഏറ്റെടുത്തു. അവൻ നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്, കരമടിച്ചേറ്റെടുത്തോന്നേ. അവൻ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തോന്നേ. കണ്ണുനീരിന്റെ അകമ്പടിയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചേറ്റെടുത്തോന്നേ. ഹല്ലേലൂയ. ഉറവാലപന ജൂഡാരാജവനിയ. ഇന്ന് രാത്രി ചില കേട്ടുകൾ, പാരമ്പര്യത്തിന്റെ ചില ശാപങ്ങൾ ഈ രാത്രി അഴിയുന്നു. ഉടബാലമന ചൂടാരാജീമനി ഷറബാലബലം ചൂടാമണി ഷന്ത അടബലറാമ. എന്നോട് ആത്മാ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങളുടെ കല്ലറ ശാപങ്ങൾ ഇന്ന് പകലഴിയുകയാണ്. ആമൻ, കാലങ്ങളായി തലമുറകളായി ആമൻ രക്ഷപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ വഴിയറിയാതെ നാൽക്കവലയിൽ അവശേഷിച്ച് വഴി തപ്പുന്ന ആളെ പോലെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളിനകത്തുണ്ട്. തലമുറയോർത്ത് കരയുന്ന ചിലതിനകത്തുണ്ട്. അവരുടെ ഭാവി നന്നാകാതെ വ്യസനിക്കുന്ന ചിലതിനകത്തുണ്ട്. ഈ രാത്രി ആത്മാവിൽ ചിലതിനെ ഞാൻ ബ്രേക്ക് ചെയ്ത് കളയും. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം, നിന്റെ ദാസരിൽ നീതിയവൻ. നിന്റെ ഉടയവൻ നിന്നവകാശം, നിന്റെ ദാസരിൽ നീതിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. Lord, heal and anoint in the name of Jesus. തൻ ഭുജത്താ എന്നെ താങ്ങിയ ഇന്നയോളം നിൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. Praise the Lord. Hallelujah. കരമുയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താണ്. സിജി പ്രമോദ് ആൻറ്റി ഒന്ന് കരമുയർത്തിയായിട്ട്. സിജി പ്രമോദ് എമേ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, കാലങ്ങളായി മുന്നോട്ട് പോകാൻ കഴിയാതെ ചില വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ നിങ്ങൾ ഒതുക്കുന്ന ചില മേഖലകളുണ്ട്. എന്നോട് ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആൻറ്റി പ്രാർത്ഥിച്ചു മുന്നേറിയാൽ നിന്റെ കുടുംബവും നീയും ഒരു സുവിശേഷ വേലയുടെ അസാധാരണ പുതപ്പ് വീണ് കർത്താവിന്റെ വേലയ്ക്ക് സ്വർഗം ചുമല കൊടുക്കാൻ കണ്ട ഒരു കുടുംബമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. എന്ന് മാത്രമല്ല, വർഷങ്ങളായി ആമേൻ ഒരു 13 വയസ്സുള്ളപ്പോൾ വീണ ഒരു വേദനയുണ്ട്, ഒരു പെയിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ചിലതിന്റെ കുറ്റിയെ സ്വർഗം പൊളിക്കുകയാണ്. ഇന്നും നീ ചില വേദനകൾക്കകത്ത് കിടക്കുന്ന ആത്മാവ് ഇടപെടുന്നു. ചില ആന്തരികമായ മുറിവുകൾ, ഇന്നർ വൂൺസുകൾ, ആമേൻ, ചില വാക്കുകൾ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ വാക്കുകൾ പോലും പെയിനായി മാറിയ കുഞ്ഞുങ്ങളെ ഞാൻ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുന്നത്, എവിടെയൊക്കെ ചില ശാപത്തിന്റെ വാക്കുകൾ, ആമേൻ, ചെറിയ കാലം മുതൽ, ചെറിയ പ്രായം മുതൽ ഒറ്റപ്പെട്ട് തനിയെ ഇരുന്ന് കരഞ്ഞതിന്റെ പെയിൻ
അതിന്റെ വേദനകൾ നിന്റെ കണ്ണിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. എന്നാൽ ഇന്ന് രാത്രിയിൽ ചെറിയ പ്രായം മുതൽ 13 വയസ്സ് മുതൽ ഈ പ്രായം വരെ ജനിച്ച് വളർന്ന കാലഘട്ടങ്ങളിൽ ദുഷ്ടൻ അവൻ കൊണ്ടയിട്ട സകല മുറിവുകളെയും വേദനകളെയും കർത്താവ് പരിഹരിച്ച് സൗഖ്യമാക്കുക മാത്രമല്ല, ചിലരുടെ മുറിവുകളെ കെട്ടാനുള്ള അഭിഷേകം നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നൽകി നിന്നെ മാനിക്കുന്ന നാളുകൾ മുന്നിലുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ചില വിഷയത്തിനകത്ത് നീ പുറുപുറുക്കരുത്, നീ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പറയരുത്. നിന്നെ മുറിവ് കെട്ടുന്നവളാക്കി ഈ രാത്രി ദൈവാത്മാവ് മാറ്റുക. മുറിവ് ഉണക്കുന്നവളാക്കി, ആമേൻ, ചിലത് വെച്ച് കെട്ടുന്നവളാക്കി ദൈവം നിന്നെ മാറ്റുക. നീ മുറിക്കുന്നവളെന്നും ആമേൻ പലരും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഈ രാത്രി അഴിഞ്ഞിട്ട് നീ ഒരു ബ്ലെസ്ഡ് ആണെന്ന് പറയുന്ന നിലയിലേക്ക് എന്റെ ദാസിയുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ലോർഡ് ജീസസ്. അപ്പൊ ശ്രദ്ധിക്കണം, 3 അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അമ്മയുടെ ഉദരം മുതൽ, ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇച്ചിരി തഴക്കമുള്ള പാരമ്പര്യമുള്ള ദാവീദിന്റെ വിഷയത്തിലേക്ക് പോയത്. അത് കഴിഞ്ഞില്ല, പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയവും ഇല്ല. ശ്രദ്ധിച്ച്, അപ്പൻ 1 തെറ്റി, മകൻ 1000 തെറ്റി. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അപ്പോ ഈ പിള്ളേരെയും കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ നന്നായാൽ മക്കൾ നന്നാകും. സൂത്രവാക്യം ഇതാണ്, നമ്മൾ നന്നായാൽ നമ്മുടെ മക്കൾ നന്നാകും. എൻ്റെ മോള് വിദേശത്താണ് പഠിച്ച്, അവൾ ജോലിയിൽ പ്രവേശിച്ചു. പോകുമ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അയച്ചു. എന്നോട് അവിടെ ചെന്ന് അവിടുത്തെ സാഹചര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അപ്പാ സിംഗിൾ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഒത്തിരി അപവാദം മീൻസ് നാണക്കേട്. ഇവർ കളിയാക്കും, നീ അല്ലാതെ വേറെ വല്ലവരും ഉണ്ടോ എന്ന് കളിയാക്കല് അവൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവൾ പറയും, നിങ്ങളൊക്കെ പ്രേമിച്ചത് മുടി വെട്ടാത്ത, പല്ല് തേക്കാത്ത, താടി വളർത്തിയാൽ മുടി ചെയ്യാത്ത കോന്തന്മാരെയാണെങ്കിൽ എൻ്റെ മകൾ പറയും, ഞാൻ 10,000 സുന്ദരനായിരിക്കും യേശുവിനെയാണ് പ്രേമിക്കുന്നത്. പ്രൈസ്. ഞാൻ പറയും, പ്രേമിക്കുകയാണെങ്കിൽ ആ പുള്ളിയെ പ്രേമിക്കണം. കാരണം ഇത്രയും നല്ല കുടുംബ പശ്ചാത്തലമുള്ള, ഇത്രയും നല്ല സമ്പന്നനായ, സ്വർണ്ണ തെരുവീതികളുള്ള റോഡും വീടും മിറ്റവും ഒക്കെയുള്ള ഇത്രയും നല്ല സ്തോത്രം വേറൊരു വ്യക്തിയെ ഭൂമിയിലില്ലെന്ന്. അതുകൊണ്ട് പ്രേമിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളോട് പറയട്ടെ, സ്തോത്രം, അത് യേശുവിനെ പ്രേമിക്കണം. ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങളോടൊന്നുമല്ല പറയേണ്ടത്. 10, 35, 40, 45. ഈയിടയ്ക്ക് 57 വയസ്സുകാരി ഒരാൾ പറ്റിച്ചേച്ചു പോയി. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 28 വയസ്സുള്ള ചെറുക്കന്റെ കാമുകിയായിരുന്നു. അത് പത്രത്തിലുണ്ടായിരുന്നു ഈയിടയ്ക്ക്. 57 വയസ്സുള്ള അമ്മാമ്മയുടെ കാമുകി, മകന്റെ പ്രായമുള്ള 27, 28 വയസ്സുള്ള ഒരു ചെറുക്കൻ. ഗോൾഡ് എല്ലാം കൂടി 20 ലക്ഷം അടിച്ചുകൊണ്ട് പോയി. ഞാൻ നോക്കിയിട്ട് അവൻ മിടുക്കനാ, സ്വത്രം. അവന് ജീവിക്കാനുള്ള വകയെല്ലാം അവനുണ്ടാക്കി തള്ളപോയി. ചാകാനുള്ള പ്രായമായപ്പോൾ അബദ്ധത്തിൽ പോയി പെട്ടപ്പോൾ ഇന്ന് പിള്ളേരെ ഒന്നും അല്ല നമ്മൾ വാസ്തവത്തിൽ ഈ ദൂത് പറയേണ്ടത്, ഗുണദോഷിക്കേണ്ടത്. 2, 3 പിള്ളേരുള്ളവർക്ക് പോലും കാവാലം ഭാഷ പറഞ്ഞ സൂക്കേട് കൂടിക്കൊണ്ടിരിക്കുക. സ്വത്രം. കേട് വരുത്തുമ്പോൾ ശ്രദ്ധിച്ചോണം. മക്കളില്ല, മക്കള് പോലും ശ്രദ്ധിക്കണം. അന്യൊരു പുരുഷന്റെ കൂടെ പെൺകുട്ടി പോയാലും അന്യ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും നിന്റെ സഭ നീ മുഖാന്തരം കേടുവരിക. നിന്റെ ദൈവദാസന്റെ മുഖത്ത് നീ ചാണകം വാരിയെറിയുന്നതിനേക്കാൾ വലിയ കേടാ ആ ദൈവദാസന്റെ കുടുംബം അനുഭവിക്കുന്നത്, ആ സഭ അനുഭവിക്കുന്നത്. അതൊന്നും സ്തോത്രം അനുഗ്രഹമല്ല കുഞ്ഞെ. വഴി കൂടെ പോകുന്നതിനെ വിളിച്ചു കയറ്റി വീട്ടിലിരുത്തുന്ന ശാപമായി മാറും. ഈ കാര്യത്തിലൊന്നും വിനോയ് പാസ്റ്റർ കോംപ്രമൈസ് ഇല്ലാതെ കാര്യം പറയുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്തോത്രം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ കേട്ടോണം. നീ പോയി കണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രേമിച്ച് കേടുവന്ന് എന്തുമാത്രം എണ്ണത്തിനെ കൗൺസിലിംഗ് ചെയ്യേണ്ട വന്ന് ഞാൻ. ഇനി ആ ഒരു മനോഭാവമുള്ള ആരെങ്കിലും ഉണ്ട്, ഒരാളുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി ഞാൻ ചോദിക്കുക. എന്നോടൊരു പെങ്കൊച്ച് വയനാട്ടിൽ വെച്ചിട്ട് കൗൺസിലിംഗ് ചെയ്തു. 16 വയസ്സേ ഉള്ളൂ, +1 പഠിക്കുക. 10-24 വയസ്സുള്ള ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പൻ എൻ്റെ അടുത്ത് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. ആ കുടുംബം തകരുകയാണ്, കേടുവരാൻ പോകുകയാണ്. അന്യജാതിയിൽപ്പെട്ട കത്തോലിക്കര, പക്ഷെ അന്യജാതിയിൽപ്പെട്ട ഒരു ഹൈന്ദവ പയ്യനെയാണ് വിവാഹം കഴിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ച് പ്രേമിച്ചത്. അവസാനം ഞാൻ പ്രാർത്ഥിച്ച് ഈ വിഷയങ്ങൾ ഓരോന്നോരോന്നായി ഏറ്റു പറയാൻ നേരത്ത് ഈ കൊച്ചു പറയാൻ ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് നീ ഉപേക്ഷിക്കണം.
ആ മോള് പറഞ്ഞു ഉപേക്ഷിക്കത്തില്ല. അവസാനം അതിനെ കൗൺസിലിംഗ് വിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞ് അത് കൗൺസിലിംഗ് കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പനോട് പറഞ്ഞു ശ്രദ്ധിക്കണം, കാരണം ഇവള് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പാ. പിന്നീട് ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ കണ്ടു. ഞാൻ വിശേഷം തിരക്കുന്നതിന് കൂടെ ചോദിച്ചു, മോള് അത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തകർത്ത് നശിപ്പിച്ച് ഭയങ്കര പേരുദോഷം ഉണ്ടാക്കി അവള് അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? കേടുവരുത്തുന്ന ചില പോരുകൾ ഇഴഞ്ഞും നുഴഞ്ഞും കയറി വന്ന് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയുടെ ജീവിതത്തിനകത്തേക്ക് കയറി വരാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയണം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നന്നായി സ്നേഹിച്ചു വളർത്തണം. ഇന്നും ആമ്പിള്ളേർ +2 പഠിക്കുന്നവനും 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്ന ബഹുമാന്യനായ എൻ്റെ ഇളയ പുത്രനും ഒക്കെ അപ്പൻ വീട്ടിൽ കിടക്കാണ്, ചങ്കയിലോട്ട് കയറി വന്ന് കിടക്കും. എന്താണ്? അപ്പന്റെ ചങ്കയിലെ ചൂടിനകത്ത് മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയും. അപ്പന്റെ ചങ്കിലെ ചൂടിന് അവർക്കൊരാശ്വാസം കൊടുക്കാൻ കഴിയും. അപ്പന്റെ ചങ്കിലെ ചൂടിന് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയും. ആകെ ഞാൻ പറയട്ടെ, മക്കളെ ഇച്ചിരി പ്രായമായാലും ശരി, അമ്മമാര് പെമ്പിള്ളേരെ മക്കളെ കൂടെ കിടത്തണം, കെട്ടിപ്പിടിച്ച് കിടക്കണം. കളിയും ചിരിയും പറയണം, തമാശ പറയണോ. സ്തോത്രം. എന്നും മത്തായിയുടെ സുവിശേഷം തന്നെ പറഞ്ഞു കൊടുത്ത് അവരെ വല്ലാത്തൊരു അവസ്ഥയിലാക്കരുത്. തമാശ പറഞ്ഞു കൊടുക്കണം, സ്നേഹം പറഞ്ഞു കൊടുക്കണം, കടങ്കഥ പറഞ്ഞു കൊടുക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കളിക്കൂട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം അവരെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ഒരു പരിധി വരെയൊക്കെയും അവരെ സ്നേഹിക്കാൻ, കരുതാൻ നമുക്ക് കഴിയണം. എങ്കിലേ ഈ കാലഘട്ടത്തിൽ നുഴഞ്ഞു കയറി വരുന്ന ചില കേടുവരുത്തുന്ന ശാപമണ്ഡലങ്ങളിൽ നിന്ന് നമ്മുടെ തലമുറയെ നമുക്ക് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ 40 വർഷമായി കടന്നിരുന്നവരെ പത്രോസ് യോഹന്നാനും ചെന്ന് അവര് പറഞ്ഞു, സ്വർണവും വെള്ളിയും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എന്താ അവരിൽ ഉണ്ടായിരുന്നത്? നമ്മളെല്ലാം കരുതും കാശ് കൊടുത്ത ആത്മാക്കളെ നേടാം. സോറി, അഭിഷേകം കൊടുത്താൽ ആത്മാക്കളെ നേടാം. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്, നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്നേഹത്തിന്റെ കരുതലിന്റെയും ആ കരസ്പർശത്തിന് ആത്മാക്കളെ നേടാൻ കഴിയും. ചിരിച്ചാൽ ആത്മാക്കളെ നേടാം. ഈ പെന്തക്കോസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറെ മാറും കേട്ടോ. പിന്നെ തമാശയൊന്നും പറയത്തില്ല. ബന്ധുവീടുകളിൽ പോകാറില്ല. എന്താ പറയുന്നത്, അവരുടെ വീട്ടിലൊരു ചടങ്ങുണ്ടെങ്കിൽ സംബന്ധിക്കത്തില്ല. നമ്മൾ ഭയങ്കര വേർപാട്, അതാണല്ലോ വാക്ക്, വേർപാട് ഭയങ്കരമായിട്ട്. ഞാനൊരു സത്യം പറയട്ടെ, സിനിമ തിയേറ്ററിൽ പോയി ജാതികളായിട്ടുള്ള ആളുകൾ കാശ് കൊടുത്ത് സിനിമ കാണും. നല്ല വെടുപ്പായിട്ട് AC-ക്കകത്തൊക്കെ ഇരുന്ന് അവർ സിനിമ കാണും. നല്ല പൈസ മുടക്കിയ, ഇപ്പൊ 300-400 ഒക്കെയാന്ന് പറഞ്ഞു കേട്ടു. നമ്മൾ വീട്ടിലിരുന്ന് 5 രൂപ കൊടുക്കാതെ അതേ സിനിമ കാണും. എന്നിട്ട് പറയുന്നത് ഭയങ്കര വേർപാടാണ്. ഞങ്ങളാരും തിയേറ്ററിൽ പോകാറില്ല, ഞങ്ങള് രക്ഷിക്കപ്പെട്ടിട്ട് 20 വർഷമായി, അതിനുശേഷം ഇതുവരെ തിയേറ്ററിന്റെ നട കയറിയിട്ടില്ല. എന്തിനാ തിയേറ്ററിന്റെ നട കയറുന്നത്? നിന്റെ വീട്ടിലേക്ക് നട കയറി ഇങ്ങോട്ട് വരികയല്ലേ ഇപ്പൊ തിയേറ്റർ. പ്രൈസലോ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് ഈ സാധനം കിട്ടുമല്ലോ, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എല്ലാം ഇവിടെ കിട്ടും. എന്നിട്ട് ഭയങ്കര അതിവിശുദ്ധിയെ കുറിച്ച് പറയും. സത്യത്തിൽ പാപത്തോടാണ് നീ വേർപാട് പാലിക്കേണ്ടത്. സ്നേഹബന്ധങ്ങളെ അകറ്റിയിട്ടല്ല, സ്നേഹബന്ധങ്ങളെ നീ വെറുപ്പിച്ചിട്ടല്ല, സ്നേഹബന്ധങ്ങളെ തള്ളിക്കളഞ്ഞിട്ടല്ല. അവർ പക്ഷേ യാക്കോബക്കാരോ ഓർത്തഡോക്സുകാരോ കത്തോലിക്കലോ ഇനി ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളും ആകട്ടെ, ഇടയ്ക്ക് അവരെ വിസിറ്റ് ചെയ്യുകയും നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് തന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ കേടുവന്ന ആളുകളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിന്റെ ആ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഹഗ് ചെയ്യുകയും അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തൊന്ന് ലാളിക്കുകയും ചെല്ലുമ്പോൾ ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുകയും സ്തോത്രം എന്തെങ്കിലും ഒരു നന്മ ചെയ്തു നോക്കി. എന്തെല്ലാം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടും ഞാൻ പറയാം, പെന്തക്കോസുകാരെ പോലെ പിശുക്കന്മാർ, കൊടുക്കാത്തവർ, പ്രൈസ് നിങ്ങൾക്ക് ദൈവം നൽകിയ നന്മയെ ഷെയർ ചെയ്യാത്തൊരു കൂട്ടം തുലവും കൂടുതൽ നമ്മുടെ ഇടയില്ല. ഒരു 5% ഒക്കെ കൊടുക്കുന്നവരുണ്ടായിരിക്കും. കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ നിഖിൽ പാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം, എന്നെ അറിയുന്ന മറ്റു ചൊല്ലിനകത്തുണ്ട്. ഞാൻ കൊടുത്താണ് അനുഗ്രഹം പ്രാപിക്കുന്നത്, മേടിച്ചല്ല, കൊടുത്താണ്. ചില സ്ഥലങ്ങളിൽ
മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിൽ ഒരിക്കൽ മീറ്റിങ്ങിന് പോയി, എറണാകുളത്ത് താമസിക്കുമ്പോൾ. അവിടെ നിന്ന് ദൈവദാസൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ച് ഒരു കവറിനകത്ത് 2000 രൂപ പലരുടെ നിന്ന് കളക്ട് ചെയ്ത് ആ കവറിലിട്ട് എനിക്ക് തരുന്നത് ഞാൻ കണ്ടു. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു മേടിക്കരുത്. ഞാനത് മേടിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ പോക്കലിലിട്ട് കൊടുത്തു. അപ്പം എന്നോട് വണ്ടിക്കൂലി. ഞാൻ പറഞ്ഞ എല്ലാം യഹോവ ഈരെ. ഇത് കണ്ടോണ്ട് ആ ചർച്ചിൽ ഒരു അങ്കിൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പാസ്റ്ററോട് പറഞ്ഞു, പോണ വഴിക്ക് ഞാൻ ഈ പാസ്റ്ററെ ബസ് സ്റ്റോപ്പിലായിക്കോളാം, തിരിച്ചിരിക്കുന്നതൊക്കെ എറണാകുളത്തിന് പറഞ്ഞു. ഞാനന്ന് എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് കാറിൽ പോയ സമയത്ത് പറഞ്ഞു, ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റ് ഒന്ന് കയറി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെ ആ ഫ്ലാറ്റിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം ഒരു കവറ് തന്നു. ആ കവറ് ഞാൻ തിരിച്ചിറങ്ങി വന്ന് വാഹനത്തിൽ കയറിയപ്പോൾ ചുമ്മാതെ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കി. ആമേ 2500 ചേട്ടൻ അതിനകത്തുണ്ടായിരുന്നു 5000 രൂപ. സ്വതന്ത്രം പറയാവോ? കൊടുത്തനുഗ്രഹം പ്രാപിക്കണം, കൊടുത്തനുഗ്രഹം പ്രാപിക്കണം. എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമല്ല, ഞാൻ ചിലപ്പോൾ പുതിയത് മേടിച്ചു കൊടുക്കും പലർക്കും. കാരണം ഒരെണ്ണം കൊടുത്താൽ 9 എണ്ണം തന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഞാൻ ആദിവാസികളുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം അനിൽ ബ്രദറിന് അറിയാം. ആമേൻ, ഒത്തിരി പേരെ സ്നേഹിക്കുകയും സഹായിക്കുകയും മൂക്കട്ടയൊക്കെ ഒലിച്ചിരിക്കുന്ന പിള്ളേരെ ടിഷ്യൂ പേപ്പർ കൊണ്ട് അതെല്ലാം ആമേൻ, സ്തോത്രം, അത് വൃത്തിയാക്കിയിട്ട് അവർക്ക് പുതിയ ഉടുപ്പും നിക്കറും, അവിടെയുള്ള സഹോദരിമാർക്ക് നൈറ്റിയും, സഹോദരന്മാർക്ക് മുണ്ടും തോർത്തും, അമ്മച്ചിമാർക്ക് ആമേൻ, സ്തോത്രം, അവർ ആഗ്രഹിക്കുന്ന ബിരിയാണിയെങ്കിൽ ബിരിയാണി, ഭക്ഷണം എല്ലാം മേടിച്ചു കൊടുത്ത് ഒരു 300 പേര് വയനാട്ടിൽ രക്ഷിക്കപ്പെട്ട ആദിവാസികളുണ്ട്. അവരുടെ അപ്പനാ ഞാൻ. എനിക്ക് ഭയങ്കര അഭിമാനമാണത് പറയാൻ. അമേരിക്കയിലെ അച്ചായന്റെ ആത്മാവും ഞങ്ങളുടെ ആദിവാസിയുടെ ആത്മാവും ദൈവസന്നിധിയിൽ ഒരുപോലെ നിൽക്കുമെന്ന് പഠിപ്പിക്കുന്ന ആളും അത് പ്രസംഗിക്കുന്ന ആളും. അതുകൊണ്ട് സന്തോഷത്തോടെ പറയട്ടെ, കേടുവന്ന ചിലരെ ആമേൻ, സ്തോത്രം, ശുശ്രൂഷിക്കാൻ ദൈവം നിനക്കൊരവസരം നൽകുമ്പോൾ നിന്റെ വീട്ടിൽ കയറി വരുന്ന ഭിക്ഷക്കാരനെ അടക്കം ആമേൻ, സ്തോത്രം, കട്ടിലപ്പടിയിലിരിക്കുന്ന 25 തപ്പി സമയം കളയരുത്. 25 പൈസയുടെ കാലം പോയി. നിന്റെ കയ്യിൽ ഒരു 50 100 നോട്ടുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കുകയും രാവിലെ ആണെങ്കിൽ ബാക്കി ഇരിക്കുന്ന പട്ടിക്ക് കൊടുക്കാനിരിക്കുന്ന ഇഡ്ഡലി ആ മനുഷ്യന് അവൻ ആ പാവപ്പെട്ടവന് കൊടുത്ത് നീ അനുഗ്രഹം പ്രാപിക്കാൻ. എത്ര പേരൊന്നും കൈപൊക്കിയത് ഞാൻ ശ്രദ്ധിച്ച്, ആരും പൊക്കി. നിഖിൽ പാസ്റ്റർ മിക്കവാറും ഈ മീറ്റിംഗ് കഴിയുമ്പോൾ വല്ലതും കേൾക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുള്ളി എന്തിനാ വെറുതെ വിളിച്ച് ഇത്രയും ചൂടനായ ഒരാളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം കേട്ടോ. കേടു വന്നു കിടക്കുന്ന ചിലതിന്റെ കേടുപോക്കാൻ യേശു അല്ല വരുന്നത്, യേശുവിന്റെ അഭിഷേകമുള്ള നീയാ ചെല്ലേണ്ടത്. തകർന്ന ചിലതിനെ, ആയിരക്കണക്കിന് ആളുകളുടെ കുടുംബ ജീവിതത്തെ തകർച്ചകൾ മാറ്റാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ആമേൻ. വയനാട് ജില്ലയിലെ 100 കണക്കിന് ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്നവരെ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. എറണാകുളം പട്ടണത്തിൽ ജീവിക്കുമ്പോൾ ഇളയമോൻ 60 ദിവസം പ്രായമുള്ളപ്പോൾ ആ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ പോ, ആരോരുമില്ലാത്ത ആദിവാസി ജില്ലയിലേക്ക് എടപ്പള്ളിയിലെ ലുലു ഉദ്ഘാടനം ചെയ്യാൻ പോകുക. 2012 ആമേൻ, മെയ് മാസം 25-ാം തീയതി ഞങ്ങൾ അവിടുന്ന് പോരാനിരിക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുക. വൈഫും പറഞ്ഞു, ഏതായാലും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞു, ഉദ്ഘാടനം കൂടിയാൽ അവിടെ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോയി ആ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്ത നല്ല അനുഭവം ഉള്ളതുകൊണ്ടും പ്രാഗൽഭ്യമുള്ളത് കൊണ്ടും ആ പറയുന്നത്, ആമേൻ, കേട് പോക്കാൻ ദൈവം നിന്നെ ആമേൻ അന്വേഷിക്കുന്നുണ്ട്. ചിലരുടെ കേടുപോക്കാൻ, ചിലരുടെ വേദന മാറ്റാൻ, ചിലരെ സഹായിക്കാൻ, ചിലരുടെ കഷ്ടതയിൽ പങ്കാളിയാകാൻ, ചിലർക്ക് വേണ്ടി ഇടിവ് നൽകാൻ, ചിലരുടെ കണ്ണുനീര് തുടയ്ക്കാൻ, ചിലരുടെ ആമേൻ കഷ്ടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ. ഒരു ഫോൺ കോൾ വിളിക്കാൻ ഒരു പ്രേരണ കിട്ടിയാൽ അപ്പ വിളിച്ചോണം, നാളത്തേക്ക് മാറ്റരുത്. നീ ഏത് തിരക്കിനകത്താണെങ്കിലും ശരി, നീ അപ്പ തന്നെ ആ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചു കൊള്ളുക. അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ആകയാൽ ഇന്ന് രാത്രി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ ആൻറ്റി? 11 മണി വരെയാണോ? യെസ്. അപ്പൊ മുടന്ത് മാറ്റാൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാം. ആ പദം അന്തരീക്ഷത്തിൽ വ്യാപരിച്ചപ്പോ അമ്മയുടെ ഉദരം മുതൽ അവനെ
മുടന്തി നടക്കുവാൻ പ്രേരിപ്പിച്ച, നരയാണിയെ ചുരുക്കി കളഞ്ഞ ആ ദുഷ്ടശക്തി അവന്റെ ശരീരം വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നിന്നെ കേടുവരുത്തുന്ന വ്യാപാരങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്ന ചില കുടുംബങ്ങളിൽ സമാധാനം കെടുത്തുന്ന പോരുകൾ ഉണ്ടായിരിക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് സന്തോഷം തരാത്ത വാക്കുകൾ പറഞ്ഞ് അസൂയപ്പെടുത്തുന്ന, അലങ്കോലപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ചില കുഞ്ഞുങ്ങൾ അനുസരണക്കേടിലൂടെ നടക്കുന്ന ചില കുടുംബങ്ങൾ ഉണ്ടായിരിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്ത തലമുറകൾ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ കേടുമാറ്റാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ രാത്രി സംതിങ് ഹാപ്പൻ ഫോർ യു. ഉറബാലമന ചൂടാരാജാമനെ ഉടരാജമനെ ശന്ദാരാജീലാഭിയ അടരാജമനെ സൗഢാരാജാമ. സോണി ജോഷി സിസ്റ്റർ ഒന്ന് കൈപോക്കിയേ. യെസ്, എന്റെ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഭാവിയെ കുറിച്ച് ആകുലപ്പെടേണ്ട, നാളെയെ കുറിച്ച് ചിന്തിക്കേണ്ട, കരയേണ്ട. യെസ്, കാക്കകൾക്ക് അതിൻ്റെതായ ആഹാരം കൊടുക്കുന്നവൻ, കാട്ടിലെ മൃഗങ്ങൾക്ക് തക്ക സമയത്ത് അതിന് ഇരയെ ഒരുക്കി കൊടുക്കുന്ന ദൈവം നിന്റെ ഭാവി സംബന്ധമായ ചില വിഷയത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി അഴിച്ച് ആമേൻ മുന്നോട്ട് എങ്ങനെയെന്നുള്ള ചോദ്യചിഹ്നത്തെ മാറ്റി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സ്വന്തക്കാരുടെയും മുൻപിൽ ഒരാശ്ചര്യചിഹ്നമാക്കി, ഒരു അത്ഭുതമാക്കി കുഞ്ഞെ നിന്നെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 2, നിന്റെ മേൽ ഒരു പുതപ്പ് വീണിട്ടുണ്ട്. അതൊരു പ്രവാചകിയുടെ പുതപ്പെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. സോണിസ്റ്റേ ദൈവസന്നിധിയിൽ കരമുയർത്തി അതിനെ ഒന്ന് റിസീവ് ചെയ്ത് കരമുയർത്തി ആ ദൂതിനെ ഒന്ന് പ്രാപിച്ചോ. ഈ രാത്രിയിൽ എവിടെയൊക്കെയോ ആമേൻ മുട്ടി നിൽക്കുന്ന വഴികൾ, അടഞ്ഞു നിൽക്കുന്ന ഡോറുകൾ, മുന്നോട്ട് പോകത്തില്ലെന്ന് പറയുന്ന വാദങ്ങളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് പരിഹരിക്കുകയാണ്. ഇതാ ഞാൻ നിനക്കായി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആമേൻ അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എന്റെ വചനം കാത്തു. യെസ്, ഈ രാത്രി സിസ്റ്റർക്ക് വേണ്ടി, ഇവിടെ തലകുനിഞ്ഞ ചില ജീവിതങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഓളി പ്രഭ സിസ്റ്റർ ഒന്ന് കരവുയർത്തിക്ക്. യെസ് സിസ്റ്റർ, ഒരു പ്രാവിനെ പോലെ കുറുകുന്ന അനുഭവം ജീവിതത്തിനകത്തുണ്ട്. തനിയെ ഇരുന്ന് കുറുകുന്ന അനുഭവങ്ങൾ. നിന്റെ ദുഃഖം, നിന്റെ നൊമ്പരം, നിന്റെ ഭാരം മറ്റാരും കാണാനില്ല എന്നുള്ളൊരു വേവലാതി നിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിലാണ് നീ ഇരിക്കുന്നത്. നിന്റെ കണ്ണുനീര് വീണ് തകരുകയല്ല, നിന്റെ കണ്ണുനീര് തുരുത്തിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ദൈവം നിന്നോട് വാദിക്കുന്ന ചില പാരമ്പര്യത്തിന്റെ കെട്ടുകളെ അഴിച്ച്, നിന്നോട് വാദിക്കുന്ന ചില പോരുകളെ അഴിച്ച്, ചില വിരോധികളെ നിന്നിൽ നിന്ന് മാറ്റി, നിനക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തെ ജീവിതത്തിൽ നൽകി, ചില കേടുപാടുകളെ പോക്കി നിന്റെ കുടുംബത്തിനകത്ത് ഒരു പുതിയ ബ്ലെസ്സിങ് ദൈവത്തിന്റെ ആത്മാവ് നൽകാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് കൈമാറുന്നു. ഉടരാജമനം ഷൗഡാരാജി ലഭ്യ. പ്രാർത്ഥിച്ചോ. ആമേ, ഞാൻ വേഗത്തിൽ എൻ്റെ ഒരു അനുഭവം കൂടെ തൊട്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വീട് പാലക്കാട് തന്നെയാണ്. ഞാനിപ്പോൾ താൽക്കാലികമായി സെറ്റായിരിക്കുന്നത് പാലക്കാട് ടൗണിനടുത്ത് മലയാളികൾക്കെല്ലാം പ്രിയങ്കരമായ മലമ്പുഴ എന്ന് പറയുന്ന ഉദ്യാനത്തോട് ചേർന്ന് അതിലേക്ക് പോകുന്ന വഴിക്കാണ്. വൈഫും 3 മക്കളാണുള്ളത്. ഞാൻ ജനിച്ചതും വളർന്നതും പാലക്കാട് ജില്ലയിലാണ്. ഞങ്ങളുടെ പേരൻസ് ജനിച്ചതും ബാല്യകാലം ചെലവഴിച്ചതും കോട്ടയം പുതുപ്പള്ളി തോട്ടയ്ക്കാട്, അമ്മ തോട്ടയ്ക്കാടും പിതാവ് പുതുപ്പള്ളിയുമായിരുന്നു. ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തിപ്പെട്ടത്. ഇതൊന്നും പരിപൂർണമായി പറയാൻ പറ്റത്തില്ലെങ്കിലും 1-2 കാര്യം പറയാം. 2010 ഞാനിപ്പോ ഇരുന്ന് ആരാധിക്കുന്ന ഇതേ ദേവദാസന്റെ വീട്ടിൽ, അന്ന് ഈ വീടല്ല മറ്റൊരു വീടാണ്, 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വിശ്രമിച്ച രാത്രിയിൽ
വെളുപ്പിനെ 3:30 ആയപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് എഴുന്നേറ്റപ്പോൾ എൻ്റെ 2 കാലുകളും ചലിക്കുന്നില്ല. ഒറ്റ രാത്രിയിൽ സംഭവിച്ചതാണ്. ഞാൻ ഉടനെ ഇവിടെയുള്ള എൻ്റെ സ്നേഹിതൻ ബാബു പാസ്റ്ററെ വിളിച്ചു. തൻ്റെ മക്കള് ഒരുവിധം പ്രായപൂർത്തിയായി വരുന്ന കുഞ്ഞുങ്ങളാണ്. അവരും എല്ലാം കൂടി എഴുന്നേറ്റ് വന്നു. ഞാൻ കിടക്കുന്ന റൂമിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, കാലുകൾ അനങ്ങുന്നില്ല, തൊട്ടിട്ട് അവിടെ കാലുണ്ടതായിട്ട് പോലും അറിയാൻ പറ്റുന്നില്ല. അവർ കാലെ പിടിച്ച് നോക്കുമ്പോൾ തണുത്ത് വിറച്ചിരിക്കുന്നു. ചെസ്റ്റ് മുതൽ എൻ്റെ ഈ ചങ്കിൻ്റെ ഈ ഭാഗം മുതൽ താഴേക്ക് ഒരു രാത്രിയിൽ മൈസൂർ വെച്ച് പാരലൈസായി. അതേ മൈസൂർ വെച്ചാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്, അഥവാ ദേവദാസന്റെ വീട്ടിൽ വെച്ചിട്ട്. പാരലൈസായി 8 ദിവസം എടുത്ത മിഷൻ ഹോസ്പിറ്റലിൽ, CSI പള്ളിയിലെ മിഷൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തു. ഒരു സൗഖ്യവും ഉണ്ടായില്ല. തിരിച്ച് നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് കരുതി. അദ്ദേഹം എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് MRI സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ സ്പൈനൽ കോഡിൽ ചെസ്റ്റിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഒരു ട്യൂമർ വളർന്ന സ്പൈനൽ കോഡ് ബ്ലോക്കായി കേടുവന്നു. 2.5 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു ട്യൂമർ വളർന്ന് നമ്മുടെ കൈവിരലൊക്കെ കാണിച്ച് ഏതാണ്ട് ഇത്രയും നീളം വരും. ആ നീളത്തിൽ വളർന്ന് അതിനകത്തിരിക്കുന്നു. അത് കുറേ കാലങ്ങളായി വളർന്ന് അത് പൊട്ടാറായി. ആ പൊട്ടാറായപ്പോഴാണ് ഒരു ദിവസം അത് വീർത്തിട്ട് ചെസ്റ്റ് മുതൽ താഴേക്കുള്ള നെർവുകൾ കംപ്ലീറ്റ് ബ്ലോക്കായി എൻ്റെ ശരീരം പാരലൈസായി. അങ്ങനെ കോയമ്പത്തൂരുള്ള KG ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ഏതാണ്ട് 4.25 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഓപ്പറേഷനിലൂടെ എന്നെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു. 8 മാസം നട്ടെല്ലിൻ്റെ വേദന സഹിച്ച് രാത്രിയും പകലും ഉറങ്ങാൻ കഴിയാതെ നട്ടെല്ല് മുറിച്ചതിൻ്റെ വേദന സഹിച്ച് ഞാൻ കിടന്നു. 8ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേന് അല്പമൊക്കെ നടക്കാനുള്ള ഒരു ഇതായി. മെല്ലെ മെല്ലെ പിച്ച വെച്ച് കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ വടിയും സ്റ്റിക്കും ഒക്കെ പിടിച്ച് ഞാൻ നടന്ന് ഒരുവിധമൊക്കെ വീട്ടിനകത്തൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ആരാധനാലയത്തിൽ ഒരു 300 മീറ്റർ വരെ നടന്ന് ആരാധനയ്ക്ക് പോകാനും എനിക്ക് കഴിഞ്ഞു. സ്തോത്രം. എന്നാൽ ഡോക്ടർമാർ എന്നോട് വിധി പറഞ്ഞിരുന്നത്, നിങ്ങളുടെ ശരീരം ഇനിയും എഴുന്നേൽക്കത്തില്ല, നടക്കത്തില്ല, ഒരു പക്ഷേ കോമാ സ്റ്റേജിലായാലും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, നിങ്ങൾ 3 വർഷത്തിനപ്പുറം നിങ്ങൾക്ക് ഗ്യാരണ്ടി ഞങ്ങൾ പറയത്തില്ല, കാരണം വീണ്ടും ട്യൂമർ വേണമെങ്കിൽ വന്ന് 3 വർഷം കഴിയുമ്പോൾ വളർന്ന് അത് വീണ്ടും ഇതുപോലെ പ്രയാസമുണ്ടാകും. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 3 വർഷമായപ്പോൾ റീവിസിറ്റിങ്ങിന് ചെന്നത് 3ാമത് എനിക്ക് നൽകിയ തലമുറയുമായിട്ടാണ്. ഒരു സ്തോത്രം പറയാൻ കഴിയുന്നെങ്കിൽ ഇതിലൊരു സാക്ഷ്യമാണ് ഇവിടുത്തെ ഈ കുടുംബം. കാരണം എൻ്റെ കൂടെ ഇവിടെ വെച്ച് ഈ അനർത്ഥമുണ്ടായതുകൊണ്ട് എൻ്റെ കൂടെ ഓൾമോസ്റ്റ് 1 മാസം മുഴുവൻ ഇവിടുത്തെ ദേവദാസൻ ബാബുപാസ് എൻ്റെ കൂടെ ഉണ്ടത്. ഓപ്പറേഷൻ അത് കഴിഞ്ഞ് വീട്ടിലുമായി 1 മാസത്തോളം എൻ്റെ കൂടെ നിന്നയാളാണ്. ഇദ്ദേഹം കൂടെ നിൽക്കുകയാണ്. ഓപ്പറേഷൻ തൊട്ടുമുമ്പ് ഡോക്ടർമാർ പറഞ്ഞു, യു ആർ എ ലക്കി മാൻ ബിക്കോസ് യു ഹാവ് ഡോട്ടർ ആൻഡ് സൺ, മോനും മോളും ഉണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. 2 പെണ്ണാണെങ്കിലും ഒരു ആണിനെയും 2 ആണാണെങ്കിലും ഒരു പെങ്കൊച്ചിനെയും നമ്മൾ ആഗ്രഹിച്ചേക്കാം. ആണും ഉണ്ട് പെണ്ണും ഉണ്ട്, നിങ്ങൾ ഭാഗ്യമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഡോക്ടർമാരുടെ വിധികളെ മാറ്റിമറിച്ച സ്തോത്രം, ഞങ്ങൾക്ക് ഒരു 2.5 വർഷം ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 2.5 വർഷമാകുമ്പോഴേക്കും 3ാമതൊരു തലമുറയെ സ്വർഗത്തിലെ ദൈവം ദാനം നൽകി. ആ കുഞ്ഞിൻ്റെ പേര് ബെൻജോ എന്നാണ്. ബെൻ എന്ന് പറഞ്ഞാൽ പുത്രൻ. അങ്ങനെ ഒരു മകൻ എനിക്കൊരു 2ാമത്തെ ബെന്ന. ബെൻജോ എന്ന് പറഞ്ഞാൽ സന്തോഷം നൽകുന്ന പുത്രൻ എന്നാണ്. ഇന്ന് മൂത്ത മോള് പഠിക്കാൻ പോയി, അവൾ ജോലിയായി വിദേശത്താണ്. 2ാമത്തെ മോൻ മൈസൂരിലാണ്. 3ാമത്തെ ആൾ ഞങ്ങളുടെ കൂടെയുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് അവനാണ് ഞങ്ങൾക്ക് സന്തോഷം തരുന്നത്. ആ പേര് പോലെ തന്നെ ബെൻ ജോയാണ്. സന്തോഷപുത്രനായി ഞങ്ങളുടെ കൂടെയുണ്ട്. ഏതൊരു കാര്യത്തിന് ഒന്ന് വിളിച്ച മോനെ എന്നൊക്കെ വിളിച്ചാൽ, അല്ലെ കുഞ്ഞെ ചക്കരയെന്നൊക്കെ ഒരു വിളിച്ചാൽ അവൻ മേളിത്തെ നിലയിന്ന് പറന്ന് താഴെ വരും. എന്നിട്ട് എൻ്റെ കാര്യം എന്താണോ അത് അപ്പം തന്നെ നിവർത്തിച്ച് ചെയ്തു തരും. ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും, ചിലപ്പോൾ ഒരു ഗുളിക എടുത്തു തരാനായിരിക്കും, ചിലപ്പോൾ കാലെല്ലാം പാരലൈസ് ആണ് ഇന്നും. ഈ കാല് ഇച്ചിരി എണ്ണയിട്ട് ഒന്ന് തിരുമ്മി തരാനായിരിക്കും.
ഏത് കാര്യത്തിനും എൻ്റെ ഒരു ആശ്വാസമായി ആ തലമുറയിൽ എൻ്റെ കൂടെയുണ്ട്. ആ പേര് പോലെ തന്നെ ആമേൻ ആ തലമുറയെ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ഈ രാത്രി ഞാൻ പ്രഖ്യാപിക്കുക. അത് മകനായാലും മകളായാലും നിങ്ങളുടെ ഹൃദയത്തിന് തണുപ്പ് നൽകുന്ന, നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന, നിങ്ങളുടെ ഫോൺ എടുത്ത് ആമേൻ എന്താ പപ്പ എന്ന്, എന്താ മമ്മി എന്ന് ചോദിച്ച് ആമേൻ സ്തോത്രം ഒരുപക്ഷെ മണിക്കൂറുകൾ വീഡിയോ കോളിൽ സംസാരിക്കാൻ താല്പര്യമുള്ള തലമുറയായി യേശുവിന്റെ നാമത്തിൽ ചില കുടുംബത്തിലെ തലമുറകൾ വഴിമാറട്ടെ. ആരെയൊക്കെ ആമേൻ കേൾക്കുന്നു? നിങ്ങൾ നിങ്ങളുടെ ആമേൻ സ്തോത്രം ആ മ്യൂട്ട് ഒന്ന് ഓൺ ചെയ്ത് ആമേൻ പറഞ്ഞ എനിക്ക് സന്തോഷം. കാരണം ഇന്ന് രാത്രി എവിടെയൊക്കെയോ ഈ വാക്കുകളും അനുഭവങ്ങളും ചില കുടുംബങ്ങളെ ചലിപ്പിക്കുന്നത് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. ചില കൊച്ചുമക്കളുടെ വിഷയത്തിന് പോലും മറുപടി നൽകാൻ സ്വർഗം എന്നീ പ്ലാറ്റ്ഫോമില് ജീവിതങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത്, നിങ്ങളുടെ മക്കളായിരിക്കുന്ന സ്ഥലത്ത്, എവിടെ ആയിരുന്നാലും, പഠിക്കാൻ വിട്ടടുത്താണേലും, ജോലിക്ക് പോയ സ്ഥലത്താണേലും, ചിലതിനെ സ്വർഗം ചൂളം കുത്തി മടക്കി വിളിക്കുന്ന, ചൂളം കുത്തി മടക്കി വിളിക്കുന്ന രാത്രിയായി മാറട്ടെ. യെസ് യെസ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില തലമുറകൾ ഇന്ന് രാത്രി അപ്പനെ വിളിക്കട്ടെ, ഇന്ന് രാത്രി അമ്മനെ വിളിക്കട്ടെ. യെസ് ചില കേടുകൾ, തെറ്റുധാരണകൾ, ചില വാക്ക് കേട്ടതിന്റെ മാതാപിതാക്കൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ ആമൻ ഇനി അവരെ വിളിക്കത്തില്ല, ഇനി അവരോട് ബന്ധമില്ലെന്ന് പറഞ്ഞ ചില തലമുറകൾ ഇന്ന് രാത്രി ദൂതൻ ചിലരെ തൊടട്ടെ. എനിക്ക് സമയമില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാതെ വയ്യ. പ്രിയമുള്ളവരെ, ഒരിക്കലേ ഓസ്ട്രേലിയയിൽ നിന്നൊരു കുടുംബം വന്നു, എന്നെ വിളിച്ചു. വീട്ടിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കണം, എന്നെ കുറിച്ച് അറിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവരുടെ മോള് കാനഡയിലാണ്. 3 വർഷമായി ഞങ്ങളെ വിളിച്ചിട്ട്. എനിക്ക് ഭയങ്കര വിഷമായി. കാരണം എൻ്റെ കൊച്ചെൻ്റെ മോള് വിദേശത്ത് പഠിക്കുമ്പോൾ ഡെയിലി വൈകിട്ട് വിളിക്കും. അവളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ പറയും ഇന്ന ടെൻഷനായിരുന്നു, ഇന്ന വിഷയം, ഇന്ന് മാർക്ക് കുറവായിരുന്നു, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് പറയും. മറ്റ് യാതൊരു അനുകൂലത്തും ഇതുവരെ ദൈവകൃപയാൽ ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കും. കാരണം വാഗ്ദത്ത സന്തതിയാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ തണുപ്പാണ് അവള്. നിങ്ങൾ ബ്രദറിന് അറിയാം, അവള് ജോലി ഒരു 6 മാസം ജോലി ചെയ്ത് എനിക്ക് ശാരീരികമായി ഒരുപാട് പ്രയാസമുള്ള ആളാണ് ഞാൻ. ഒത്തിരി എൻ്റെ സ്പൈനിൽ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു അറ്റാക്ക് വന്ന സൈലന്റ് അറ്റാക്കിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് 40 ആയിട്ട് ഡൗൺ ആയി. ഇപ്പോഴും ആ സ്ഥിതിയിൽ നിൽക്കുന്ന ആളാണ്. സംസാരിക്കരുത്, പ്രസംഗിക്കരുത്, സ്റ്റെപ്പ് കയറരുത്, ഓടരുത്, ചാടരുത്, വണ്ടി ഓടിക്കരുത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞു വിട്ടിരിക്കുന്ന ആളെന്ന് ഇത്രയും ശബ്ദത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം നിങ്ങളുടെ വീട്ടിനകത്ത് ഏതെങ്കിലും മുറിയിൽ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഈ ശബ്ദം അവിടെ ചെന്ന് പ്രവർത്തിക്കണം. യെസ്, നിങ്ങൾ വിളിച്ചിട്ട് വരണം. അന്ന് നിങ്ങളുടെ കൂടെ സൂമിൽ അറ്റൻഡ് ചെയ്യാതെ ഏതെങ്കിലും അമ്മമാർ വ്യസനത്തോടെ ഇരിക്കുന്നെങ്കിൽ സ്തോത്രത്തിന്റെ ശബ്ദം ഒരു മുഴക്കമായി ആ മുറിക്കകത്ത് ചെന്നിട്ട് അവരോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഹാർട്ട് ഉള്ളിടത്തോളം കാലം പ്രസംഗിച്ചാൽ മതിയെന്ന്. ഒത്തിരി ചതഞ്ഞമാര് പ്രസംഗിച്ച് തീരാനല്ല, ഒറ്റ ദിവസം പ്രസംഗിച്ച് മരിച്ചാലും സന്തോഷത്തോടെ മരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ആഗ്രഹം. ആമേൻ. അപ്പൊ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. എന്നോട് ദൈവാത്മാ പറഞ്ഞു 76 ദിവസത്തിനുള്ളിൽ അവരുടെ വീട്ടിലെ ഒരു സെറ്റി ഉണ്ട്. ആ സെറ്റിയിൽ ഞാനിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ ഈ സീറ്റിൽ വന്ന് 76 ദിവസത്തിനോളം വന്നിരിക്കും. അമ്മയും വല്യമ്മയും ഉണ്ട്, അപ്പനുണ്ട്, വല്യപ്പനുണ്ട്. അവർ ഭയങ്കര വ്യസനത്തോട് പറഞ്ഞു. വല്യമ്മച്ചി പറഞ്ഞു വരത്തില്ല പാസ്റ്ററെ, കാരണം അവൾ വരാത്തതിന്റെ കാരണം എനിക്കറിയാം. അവൾ അപ്പനെയും അമ്മയും വിളിക്കത്തില്ല. കാരണം അപ്പനും അമ്മയും ഒരു സ്നേഹബന്ധത്തെ തിരുത്തി അന്ന് മുതൽ അവരോട് ഭയങ്കര കയ്പാണ്. അവളത് ഉപേക്ഷിച്ചു. പക്ഷെ ആ കയ്പ് അവൾ മാറിയില്ല. 3 വർഷമായിട്ട് കോളിംഗ് ഇല്ല 2 രാജ്യങ്ങളിൽ. പ്രിയമുള്ളവരെ, ഇവര് വന്നു പോയി. ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് മടങ്ങിപ്പോയി. എന്നാൽ 72ാമത്തെ ദിവസം ഒരു ഞായറാഴ്ച രാവിലെ കാനഡയിലുള്ള മോള് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് വല്യമ്മച്ചിയെ വിളിച്ചു. അമ്മച്ചി
ചർച്ചിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ വിളിച്ചു, അമ്മച്ചി. ഒറ്റ വിളി. എന്നിട്ട് ഒരു കരച്ചില്. എന്ത് പറ്റി മോളെന്ന് ചോദിച്ചു. അമ്മച്ചി, ഞാൻ എയർപോർട്ടിൽ വന്നു. എവിടെ? നെടുമ്പാശ്ശേരി. അമ്മച്ചി അത് കേട്ടതേ ബോധം കെട്ട് പുറകോട്ട് പോകും. ഉണ്ടായ കാര്യം ഞാൻ പറയുന്നത്. അപ്പച്ചന് 84 വയസ്സുണ്ട്, അമ്മച്ചിക്ക് 74-75 വയസ്സുണ്ട്. അപ്പച്ചൻ അമ്മച്ചിയെ താങ്ങിയിട്ട് എന്ത് പറ്റിയിട്ട് നീ എന്നാ ബോധം കെട്ടെ? അമ്മച്ചി വിറങ്ങലിച്ച് കരഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കൊച്ചു വന്നു, അവൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ ദൂതൊന്ന് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ചിലരുടെ തലമുറയെ ഈ ആഴ്ച എയർപോർട്ടിൽ ദൈവം എത്തിക്കും. ചിലതിനെ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിലെത്തിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തൊരു ഫോൺ കോളിൽ നിങ്ങളുടെ തലമുറയെ വീഡിയോ കോളിൽ കാണാൻ കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറ ഒരു പ്രവാചകനും പറഞ്ഞു നന്നായിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രവാചകനേക്കാൾ അധികാരം ജന്മം കൊടുത്ത അപ്പനുണ്ട്. 9 മാസം 9 ദിവസം ചുമന്ന അമ്മയ്ക്കുണ്ട്. അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു പ്രവാചകന് നിന്റെ തലമുറയുടെ മേൽ അവകാശമുള്ളൂ. ഇന്ന് രാത്രി നീ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക, എന്റെ തലമുറയെ എവിടെയോ കെട്ടപ്പെട്ട കുറ്റിയിൽ നിന്ന് എന്റെ ദൈവമേ ഈ രാത്രി കേടു പോക്കി നീ ഒന്ന് മടക്കി തരണമേ. ലോർഡ് ജീസസ്, ഹോളി സ്പിരിറ്റ്. ചില പാരമ്പര്യത്തിന് വരെ ചില പിതാക്കന്മാര് ഭയങ്കര വൈരാഗ്യക്കാരാ. വിട്ടുവീഴ്ചയില്ലാത്തത് ചിലത് മക്കളെ കയറി വരുമെന്നേ, ചിലത് കൊച്ചുമക്കളുടെ കയറി വരുമെന്നേ. ആ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും വൈരാഗ്യവും ദേഷ്യവും പകയും ആമേൻ. കുഞ്ഞെ, അപ്പ, അമ്മേ, നീ അനുഭവിക്കുന്നതിന്റെ കാര്യം ഇന്ന് രാത്രി ആ പിതാക്കന്മാരുടെ ബ്ലഡിലൂടെ നിന്റെ തലമുറയിൽ കയറി അടിച്ചതാ. കൊച്ചിന്റെ കുഴപ്പമല്ലെന്ന്, ദാവീദിന്റെ കുഴപ്പമല്ലെന്ന്, ആമേൻ, ഈ ബ്ലഡിലൂടെ വന്ന് കയറി കിടക്കുന്ന ഈ ജീനിന്റെ പ്രവൃത്തിയാണെന്ന്, ഈ പാപത്തിന്റെ ശക്തിയാണെന്ന് ദാവീദിനെ തകർത്തത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലരുടെ കുടുംബങ്ങളിലെ വേണ്ടാത്ത പിടിവാശികൾ, ഈഗോ ക്ലാഷുകൾ, ആമേൻ, വൈരാഗ്യ സ്വഭാവങ്ങൾ, ആവശ്യമില്ലാതെ കുറ്റം പറച്ചിലുകൾ, അതിലൂടെയൊക്കെ മുറിവേറ്റ തലമുറകൾ, ബന്ധിക്കപ്പെട്ട മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി വിടുവിക്കപ്പെടുന്നു. ഉടരാജമനീഷ 72-ാമത്തെ ദിവസം കൊച്ചു വന്നു. ആമേലൊന്ന് ആലയത്തിൽ അമ്മ പോയിട്ട് 10 മണിയാകുമ്പോൾ തിരിച്ചു വന്നു. കാരണം രാവിലെ 10 മണിക്ക് അവൾ മോള് ഇവിടെ എത്തും. നേരത്തെ പോന്നു. മോളെ കണ്ട് കെട്ടിപ്പിടിച്ച ആമൻ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, മോള് വന്നു. എനിക്ക് സന്തോഷിക്കാൻ വേറെ വല്ല വകയും വേണോ? 76 ദിവസത്തിൽ വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ നാവ് കടമെടുത്ത് പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ പ്രവാചകനാണെന്ന് ഒരു മനുഷ്യനോട് ഈ ലോകത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എന്റെ നമ്പർ സിസ്റ്റർ അടുത്തൊന്നും മേടിച്ചിട്ടോ, നികുപ്രദന്റെ അടുത്തൊന്നും മേടിച്ചിട്ടോ. നാളെ രാവിലെ സ്തോത്രം വിളി തുടങ്ങിയേക്കരുത്. പ്രവചനമൊക്കെ പരിശുദ്ധാത്മാവ് തന്നാലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ നിർബന്ധിച്ച് പറയേണ്ട സംഭവം അല്ലത്. സ്തോത്രം, പ്രൈസിലോ. ഒരു ദൂതൊക്കെ വരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയണമെന്ന്. എന്തേലും പറഞ്ഞ് 500 രൂപ മേടിക്കാനുള്ള സംഭവം അല്ല. ഒരിക്കലും ഒരു പാസ്റ്റർ ഗൾഫിൽ പോയി 1 രൂപ പോലും കിട്ടുന്നില്ല, മീറ്റിംഗ് ഇല്ല. അപ്പൊ നാട്ടിൽ വിളിച്ചൊരു ദേവാസനോട് ചോദിച്ചു, എങ്ങനെയാ നിങ്ങളൊക്കെ പോയപ്പോ പൈസ ഉണ്ടായത്? അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എങ്ങനെയാ, ഒരു നിവൃത്തിയില്ല, വണ്ടിക്കൂലിയില്ല, ഒന്നും സാധനം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം മുതൽ പ്രവചിച്ചോ വണ്ടിക്കൂലി കിട്ടുമെന്ന് പറഞ്ഞു. അതല്ലല്ലോ പ്രവചനം. വണ്ടിക്കൂലി കിട്ടാനുള്ളതല്ല പ്രവചനം. നാട്ടിലേക്ക് സാധനവും ചോക്ലേറ്റും മേടിക്കാനുള്ളത് പ്രവചനം. ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ കേട് പോക്കാൻ, ഒരു മനുഷ്യന്റെ വേദന മാറ്റാൻ, ഒരുത്തന്റെ ദുഃഖം അകറ്റാൻ, ഒരുത്തന് ഒരു വഴി തുറക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയുമ്പോൾ ആ ദൈവിക ആലോചനയായി മാറുന്നത്. ആ കൊച്ചു വന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോ പോയി കണ്ടു, പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ ശുശ്രൂഷിച്ച് അവൾക്ക് വേണ്ടി മാത്രം. വല്യപ്പനും വല്യമ്മയും മാത്രമേ ഉള്ളൂ. അവരുടെ മുമ്പിലിരുന്ന കുഞ്ഞിനെ ശുശ്രൂഷിച്ചു, കൗൺസിലിംഗ് ചെയ്തു, പ്രാർത്ഥിച്ചു. ആമേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ, നിന്റെ മമ്മിയെ നീ ഇപ്പൊ വിളിക്കും. അവള് കരയാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇപ്പം തന്നെ മമ്മിയെ വിളിക്കും. ആമേൻ. അവള് കരഞ്ഞ് 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 വല്യമ്മച്ചിയുടെ തോളിലേക്ക് ചാരുമ്പോ ഞാനിവിടെ ചെന്ന് പുറത്ത് കരം വെച്ച് ഒന്ന് ആശ്ലേഷിച്ചിട്ട് ഒരപ്പന്റെ ഹൃദയത്തോടെ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ഞാനും കണ്ണുനീർ വാർത്തു. സത്യത്തിൽ എന്റെ കണ്ണുനീരും ആ കുഞ്ഞിന്റെ ദേഹത്ത് വീണു. കെട്ടുകൾ പൊട്ടി. അവള് ആ നിമിഷം തന്നെ ഫോൺ വിളിച്ചു അമ്മയെ. അമ്മ ഡ്യൂട്ടിയിലാണ്, നേഴ്സാണ്. ഓസ്ട്രേലിയയിലുള്ള അമ്മ ഫോൺ എടുത്തു.
ആമേ സ്തോത്രം. മോളേ എന്നൊരു വിളി അങ്ങോട്ട്. അമ്മ ഐ ലവ് യു. അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആമേ സ്തോത്രം. കഴിഞ്ഞ വർഷം നടന്ന സംഭവം. അതിനുശേഷം ഹല്ലേലൂയ ആമേ സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ആ അമ്മ തനിയെ വന്നിട്ടുണ്ട്. മോൾക്ക് 27 വയസ്സായി. കഴിഞ്ഞ വർഷം പറഞ്ഞു ഈ ഏപ്രിൽ മെയ്യിൽ അവൾ വിവാഹം നടക്കും. അവൾക്ക് വേണ്ടി ദൈവം ഒരു പുരുഷനെ ഒരുക്കും. ആ ഒരൊറ്റ വിശ്വാസത്തിൽ ടിക്കറ്റ് എടുത്ത് അമ്മ കഴിഞ്ഞ 12-ാം തീയതി വന്നു. ഞാൻ 14-ാം തീയതി പോയി അവരെ കണ്ടു. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ആമേൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 2.5 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച കുഞ്ഞിനെ കുറിച്ച് അവരെ കുറിച്ചുള്ള ആലോചന കൈമാറി ഒരു നല്ല നന്മയും പ്രാപിച്ച് ആ കിട്ടിയ കാശ് കൊണ്ട് ആ വാസ്തവത്തിൽ ഇപ്പോൾ മൈസൂർ വന്നിരിക്കുന്നത്. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ആമേൻ സ്തോത്രം. ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നതിന്റെ സമയം പോയി. ഒരു 2 മിനിറ്റ് എടുക്കുക. ആർക്കും വിരോധമില്ലല്ലോ. ഒന്ന് കൈ പൊക്കിയാലേ ഞാനും കണ്ടിട്ട് വെച്ചോളൂ. അല്ലെ ടൈം എനിക്ക് വളരെ കറക്റ്റാ. ഓക്കെ, ചിലപ്പോൾ 5 മിനിറ്റ് വരെ പോകും. ആമേൻ. എനിക്ക് അറിയാം 11 മണിയായി. കഞ്ഞി വിളമ്പി കൊടുക്കണം. ഞാനും കഴിച്ചിട്ടില്ല, പട്ടിണിക്കിരിക്കുക. ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് കഴിക്കുന്ന അതേ മനോഭാവത്തിൽ ഞാനും ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ഒരു ആത്മാവിന്റെ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ എല്ലാം റെഡിയാവും. ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കേടുപോക്കും. യെസ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാവോ? 7:3 വെളിപ്പാട് 7:3 വാക്യം ഒന്ന് വായിക്കാവോ? ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ കേട് വരുത്തുന്ന കാറ്റുകളുണ്ട്. നിങ്ങൾ എടുക്കണ്ട, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. അതൊന്നും പറയാൻ സമയം കിട്ടിയില്ല. വാസ്തവത്തിൽ ഈ ശുശ്രൂഷയിൽ വരേണ്ട ചില ഭാഗങ്ങളായിരുന്നു, സമയത്തിന്റെ പരിമിതി കൊണ്ട് കിട്ടിയില്ല. ആമേ. 27-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി എടുക്കണ്ട. അതിന്റെ 25-14 പറയുന്ന ഈശാന മൂലൻ എന്ന് പറയുന്ന ഒരു കാറ്റ് 276 പേരിൽ അടങ്ങുന്ന ഒരു കപ്പൽ സഞ്ചരിച്ചു പോകുമ്പോൾ പൗലോസ് വെളിപ്പാട് കണ്ട് പറഞ്ഞപ്പോൾ നീക്കരുത്, പോകരുത്, ക്രേത്ത തുറമുഖത്ത് നിന്ന് മാറ്റരുതെന്നൊക്കെ പറഞ്ഞ് അവർ മാമൂലിയും അഥവാ കപ്പലിന്റെ ക്യാപ്റ്റനും ഉടമസ്ഥനും കൂടി തീരുമാനിച്ച് അവർ പോകുന്ന വഴിക്കാരെ ഈശാന മൂലൻ അടിച്ചു. ഒരുപാട് നാശനഷ്ടം, ചരക്കുകളെല്ലാം കപ്പല് പുറത്തു കളഞ്ഞ് പ്രാണന് വരെ ഹാനി വരുമെന്ന് ചിന്തിച്ച് ഒത്തിരി ഭാരപ്പെട്ടവർ രക്ഷപ്പെടത്തില്ല. 20-ാം വാക്യം പറയുന്നു, രക്ഷപ്പെടുമെന്നുള്ള ആശയടക്കം അവരെ അറ്റുപോയി. എന്നാൽ 28-1 അവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ, ഞങ്ങൾ രക്ഷപ്പെട്ടതിന് ശേഷം ആ ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുക. ഏത് കേടും പോക്കാൻ കഴിയുന്ന നല്ല തച്ചൻ, നമ്മുടെ ജീവിതത്തിലെ ഏത് കേടും പോക്കാൻ കഴിയുന്ന നല്ല ആശാരി നമ്മുടെ കൂടെയാണ്. നമ്മളെ മെനഞ്ഞവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ പരിപാലിച്ച് വഴി നടത്തുന്നവൻ. ആരെല്ലാം കേടുവരുത്തിയാലും, ഏതെല്ലാം നിലകൾ കേടുവന്ന് നീ വല്ലാതെ ആയാലും, നിന്റെ ചെറിയ പ്രായങ്ങളിൽ നീ മിസ്യൂസ് ചെയ്യപ്പെട്ട് മുതിർന്ന വ്യക്തികളാൽ നീ ലൈംഗികമായി നീ മുറിവേറ്റ വ്യക്തിയാണെങ്കിലും ഇന്ന് രാത്രി നിന്റെ കേടുപോക്കാൻ നിന്റെ യേശുവിനെ കഴിയും. ഈ രാത്രി യേശുവിന്റെ രക്തം നിന്റെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ, നിന്റെ മനസ്സും മനസാക്ഷിയും ഹൃദയവും ചിന്തകളിലും ബുദ്ധിയിലും ഓർമ്മയിലും പഞ്ചേന്ദ്രിയങ്ങളിലും നിന്റെ ജഡത്തിലും യേശുവിന്റെ രക്തം ഒഴുകുകയാണ്. ആ രക്തം കടന്നു ചെല്ലുന്നിടത്തല്ല ആമേൻ ഒരു ശുദ്ധീകരണവും ഒരു സൗഖ്യവും ഒരു വിടുതലും ഉണ്ടാകും. അവിടെ പറയുകയാണ്, ആമേൻ, പുറപ്പാട് പുസ്തകം 12 വായിക്കേണ്ട. അവിടെ പറയുന്നു, കട്ടളവേലും കുറുപ്പടിവേലും കുഞ്ഞാടിന്റെ രക്തം മുദ്രയിട്ടത് സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ തൊടത്തില്ല. എങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്റെ മേലും നിന്റെ മേലും ഒരു മുദ്രയുണ്ട്. കേടുവരാതെ സൂക്ഷിക്കുന്ന മുദ്ര, തകർത്ത് കളയാതെ സൂക്ഷിക്കുന്ന ഒരു മുദ്ര. നിന്നെ അപമാനിച്ചാലും വലിച്ചെടുത്താലും തകർത്താലും നശിപ്പിച്ചു കളയാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു മുദ്രയുണ്ട്. ആമേൻ, സ്തോത്രം. നിങ്ങൾ വേഗത്തിൽ ഒരു ഭാഗത്തേക്ക് വന്നേ. അതുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാമല്ലോ നമുക്ക്. ലോർഡ് ഹീൽ അനൗൺസിംഗ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഒരു സ്ത്രീ നാട്ടുകാരാൽ പിടിക്കപ്പെട്ട് യഹൂദന്മാരുടെ നിയമം പാസാക്കാൻ ഒരുപാട്
യഹൂദ പ്രമാണത്വമുള്ള പുരുഷന്മാർ കല്ലുമായി ഒരുവളെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. സത്യത്തിൽ ആ കൂടെയുള്ള ചിലർ ഇവളെ കേടുവരുത്തിയിട്ടുണ്ട്. എന്റെ ഒരു ചിന്ത എങ്ങനെയാ, അവളെ കേടുവരുത്തിയത് കല്ലെടുത്തെറിഞ്ഞു കൊല്ലാൻ താല്പര്യമുള്ള ചിലരായിരിക്കും. ആമേൻ. അപ്പോൾ ആ സമയത്ത് യേശു കുനിഞ്ഞു നിന്ന് നിലത്തെന്തോ എഴുതി. യേശു എഴുതി എന്ന് പറയുന്ന ഒരു ഭാഗം അതാ ബൈബിളിൽ. നമ്മളൊക്കെ കൈകൊണ്ട് എഴുതിയെങ്കിൽ യേശു കാലുകൊണ്ട് എഴുതി. പ്രൈസ് ദി ലോർഡ്. ചിലതെല്ലാം യേശു തല തിരിഞ്ഞാ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. ആമേൻ. യേശു തുപ്പല് ചേറിനകത്ത് തുപ്പി ചേറ് കുഴച്ചത് തന്റെ കണ്ണെ തൊട്ടു. നമ്മൾ ആരെങ്കിലും തുപ്പിയ, ഭർത്താവ് തുപ്പിയ ഭാര്യ വേണം ഡിവോഴ്സ് കേസ് കൊടുക്കും. ഭാര്യ തുപ്പിയ അടി വേറെ കിട്ടും. സ്തോത്രം. അപ്പോ യേശു തല തിരിച്ചാ ചെയ്യുന്നത്. യേശു എന്ത് ചെയ്താലും വിടുതല. ഒരാമയും പറയാവോ? യേശു എന്ത് ചെയ്താലും വിടുതല. അങ്ങനെ ഒരു മന്ദബുദ്ധിയോ പോലെ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നിന്റെ കേട് ആർക്കും പോക്കാൻ കഴിയത്തില്ല, നിന്റെ കടം ആരും വീട്ടാനില്ല, നിന്റെ രോഗം ആർക്കും സൗഖ്യമാക്കാൻ കഴിയത്തില്ല, നിന്റെ കുടുംബ പ്രശ്നം ആരും പരിഹരിക്കത്തില്ല, നിന്റെ തലമുറയുടെ വിഷയത്തിന് ആർക്കും ഇടപെടാൻ പറ്റില്ല, അതിനൊരു കൗൺസിലറും ഇല്ല, ഒരു ഡോക്ടറും ഇല്ല, ഒരു സെൻട്രൽ പാസ്റ്ററും ഇല്ലെന്നൊക്കെ നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, നിന്റെ ബുദ്ധിയെ നീ മനസ്സിൽ വെക്ക്. നിന്റെ കോമാങ്ങയുടെ വലിപ്പമുള്ള ബുദ്ധിയെ നീ ഒന്ന് അപരമായി കണ്ടിട്ട് എന്റെ യേശുവിന് സകലതും സാധ്യമെന്ന് ഈ രാത്രി നിന്റെ നാവ് കൊണ്ട് വിളിച്ചു പറ. ആ വിഷയത്തിന്റെ മറുപടി നിന്റെ വീട്ടിനകത്ത് കയറി വരും. എന്റെ ചിന്ത ഇങ്ങനെ എഴുതി കാണും. എഴുതുമ്പോ ചിലപ്പോ ചാണ്ടിയെന്നോ തൊമ്പനെന്നോ മത്തായി എന്നോ ആമേൻ ജോസ് എന്നോ അല്ലെങ്കിൽ വർഗീസ് എന്നോ ഒക്കെ പേരെഴുതി കാണും. എന്റെ ചിന്തയാ, ഈ കല്ല് പറിക്ക് നിന്ന ആൾക്കാര് ഓരോരുത്തരുടെ പേരെഴുതുമ്പോ ആ പേരുള്ള പുള്ളിക്കാരൻ അവിടുന്ന് മാറി പേരപ്പം അവർക്ക് മനസ്സിലായി അടുത്ത പേര് എന്റേതാകാൻ സാധ്യതയുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് മലപ്പുറംകാരുടെ ഭാഷയെ പറഞ്ഞാൽ ഓൻ അവിടുന്ന് കീഞ്ഞുക്കണു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന പന്തികേടാന്ന് മനസ്സിലായി, ഓൻ അവിടുന്ന് കീഞ്ഞു. സ്തോത്രം. ഇത് ഞങ്ങളുടെ മലബാറുകാർക്കൊക്കെ അറിയുന്ന ഭാഷ കേട്ടോ. ആമേ സ്തോത്രം. അവിടെ ആർക്കാണ്ടൊക്കെ അറിയാവുന്ന കൈ പൊക്കിയിട്ടുണ്ട്. സ്തോത്രം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും അന്യഭാഷയെങ്കിലും അറിഞ്ഞിരിക്കണം. അത് മതി നിങ്ങളെ രക്ഷപ്പെടാൻ. സ്തോത്രം. ഏതായാലും അവര് പോയി അവസാനം ഈ സഹോദരി ഒറ്റയ്ക്കായി. നിങ്ങളത് ആലോചിച്ച് നോക്കി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സഹോദരി യൗവനമുള്ള ഒരു പുരുഷനും തന്നാൽ ഈ നാട്ടിൽ മുന്നിൽ വേറെ എന്ത് പറയും? ആ നാട്ടുകാർ അവർക്കറിയാവുന്നതെല്ലാം പറയും. അങ്ങനെയാണല്ലോ നാട്ടുകാര് അവർക്കറിഞ്ഞതും അവരറിഞ്ഞതും അവർക്കറിയാവുന്നതും നേരത്തെ അറിഞ്ഞു വെച്ചതും ഒക്കെ പറയും. പക്ഷെ സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? അവളുടെ കേടുപോക്കാൻ യേശു ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇനിമേലിൽ പാപം ചെയ്യരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, ഈ രാത്രി സ്വർഗം നിന്റെ കേടുപോക്കാൻ നിന്റെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, നിന്റെ ആമേൻ സ്തോത്രം തലമുറയുടെ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിമേലിൽ ആമേൻ അവസരം കിട്ടുമ്പോ കേട് വരുത്താൻ നീ ശ്രമിക്കരുത്. നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ നീ ഇന്ന് സൗഖ്യമായെന്ന് വിശ്വസിക്കുകയും സൗഖ്യമാക്കിയ ദൈവത്തോട് നന്ദിയും കടപ്പാടുമുള്ളവരായി ദൈവത്തിന്റെ വിശ്വസ്തത ആമേൻ സ്നേഹിതനായി നിങ്ങൾ എന്നെ പോലെ തന്നെ വിശുദ്ധരായിരിപ്പീനെന്ന ദൈവവചനത്തെ ഓർത്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടക്കുക. ഇനിമേലിൽ പാപം ചെയ്യരുത്. ആ ഒരു പദം വർഷങ്ങളായി വ്യഭിചാരം ചെയ്തിരുന്ന സഹോദരിയുടെ കേടുപോക്കിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ സൗഖ്യമാക്കാൻ ഞാൻ നിന്റെ പക്ഷത്തുണ്ട്. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം നിനക്ക് വിരോധമായി ആമേൻ വാടകോരിയാലും ലോർഡ് ജീസസ്